السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, വളരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ നേരായ വഴി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് ആളുകൾക്ക് നന്മ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. വേറെയും ഒരുപാട് സുഹൃത്തുക്കൾ വേറെയും ഗ്രൂപ്പുകളിലൂടെയൊക്കെ രാവും പകലും അധ്വാനിച്ചുകൊണ്ട് നന്മ ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ ദുആകളിൽ ഉണ്ടായിരിക്കണം. കൂട്ടത്തിൽ എനിക്കും കുടുംബത്തിനും ഉസ്താദുമാർക്കൊക്കെ നിങ്ങളുടെ ദുആയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൽക്കർമ്മികളായി ജീവിക്കാനും അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ കടന്നു പോകാനും നാളെ പരലോകത്തിൽ വിജയിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മുടെ ഈ പരിശ്രമം കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. اللهم صل وسلم وبارك على أفضل خلقك وصفوة رسلك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم، صلاة وسلاما دائمين متلازمين إلى أبد الآبدين، وعلى آله وأزواجه وعترته وصحابته وتابع تابعيهم ومن اتبع خطواتهم إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها، وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء، ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. رحم الراحماയ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ മനസ്സുകൾക്ക് ഈമാനിന്റെ കരുത്തും ഈമാനിന്റെ ഉണർവും ഇൽമിന്റെ വെളിച്ചവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ അള്ളാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകളും തെറ്റുകളും അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഖതീഅത്ത് അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മ വാപ്പമാർക്ക് വല്യമ്മമാർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർ നമ്മൾ ആരിൽ നിന്നെല്ലാം ഇൽമ പഠിച്ചിട്ടുണ്ടോ, നമ്മിൽ നിന്ന് ആരെല്ലാം ഇൽമ പഠിക്കുന്നോ പഠിച്ചിരിക്കുന്നോ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്തതികൾ, നമ്മുടെ മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, നമുക്ക് ഓർമ്മയുള്ളവരും ഇല്ലാത്തവരുമായ പരിചയക്കാർ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരിച്ചുപോയ മുഅ്മിന മുഅ്മിനാത്തുകൾക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്ത് അള്ളാഹു സ്വർഗലോകത്തിന്റെ ഒരു റൗളയായി അവരുടെ ഖബറുകൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മുൻഗാമികളായ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അനുചരന്മാർ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു കമ്പാരിസനാണ് നമ്മളിപ്പോ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് 1400 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഓരോ മസ്അലകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കമ്പാരിസൺ ആരെപ്പോലെ ആകാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ, അവിടുത്തെ സ്വഹാബത്തിനെ പോലെ, താബിഈങ്ങളെ പോലെ. പിൻഗാമികളിൽ ഒരുപാട് സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരുടെയും ആദ്യത്തെ കണ്ണികൾ ആരാണ്? അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തുമാണ്. അപ്പൊ നമ്മൾ ആ ഒരു കുറ്റിയിലേക്ക് പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങോട്ട് പിടിക്കുക. എന്നാൽ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഉന്നതമായ ടാർഗറ്റ് വെച്ച് സംസാരിക്കുന്ന പോലെയാണ് നമ്മൾ സ്വഹാബത്തിന്റെ ജീവിതവുമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എത്തി നോക്കി പോരുന്നത്. അവരെന്ത് ചെയ്തു, നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെന്താണ് ഇതിൽ വീക്ഷിച്ചിട്ടുള്ളത്, നമ്മുടെ ജീവിതം എന്താണ്. അപ്പോഴേ നമുക്ക് നന്മയുടെ അരികത്തേക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മൾ വലിയ ടാർഗറ്റ് വെച്ചാലാണ് ഒരല്പമെങ്കിലും മുന്നോട്ടെത്താൻ കഴിയുള്ളൂ. അപ്പോ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചലഞ്ചുണ്ട്, ഒരു വലിയ പ്രശ്നമുള്ളത് നമ്മുടെ ചുറ്റുപാടുകളും സമൂഹത്തിന്റെ ആധുനികമായ ഒഴുക്കുകളും ഒക്കെ മറ്റൊരു ദിശയിലേക്കാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മുഴുക്കയും ഔറത്താണ്, മറക്കപ്പെടേണ്ടതാണെന്ന ആ ഒരു ചർച്ചയിലൂടെ നമ്മൾ പോകുമ്പോ വലിയ ഒരു ഒഴുക്കിനെതിരെയുള്ള ഒരു തിരിഞ്ഞോട്ടം നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് മുസ്ലിം ഉമ്മത്ത് എന്നും സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ്. ലോക സംസ്കാരത്തിന്റെ നാഗരികതയുടെ ഒക്കെ വഴികൾ മാറിയേക്കാം, സംസ്കാരത്തിന്റെ ക്രൈറ്റീരിയൻ മാറിയേക്കാം. പക്ഷെ നമ്മുടെ മുമ്പിൽ ദീൻ അത് എന്നും അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അല്ലാമ ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്, ഈ പുതിയ പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുക അതിന് വലിയ പ്രയാസമൊന്നുമില്ല. പഴമയിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. സമൂഹങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം അതാണ്. എന്താ നമ്മൾ ആ ഒരു പുതുമയോട് അഡാപ്റ്റ് ചെയ്യാത്തത്? നമ്മിൽ അഡാപ്റ്റബിലിറ്റി ഇല്ലയോ, ഫ്ലെക്സിബിലിറ്റി ഇല്ലേ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. പക്ഷേ പഴമയിൽ അത് ഓൾ ദീസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു നന്മയിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ചലഞ്ചാണ്. आईने नौ से डरना तर्ज़े कुहन पे उड़ना, आईने नौ से डरना तर्ज़े कुहन पे उड़ना, मंजिल यही कठिन है कौमों की जिंदगी में. ആയിനെ നൗ, പുതിയ നിയമങ്ങൾ, പുതിയ സംവിധാനങ്ങൾ, പുതിയ ജീവിത രീതികൾ. ആയിനെ നൗ സെ ഡർന, ഇതിനോടൊക്കെ ബി പാനിക്, ഇതിനൊക്കെ പേടിയോടുകൂടെ കാണുക. തർസേ കുഹൻ പെ ഉടിന, ആ പഴയ രീതിയിൽ പറന്നുകൊണ്ടേയിരിക്കുക. മൻസിൽ യഹി കഠിൻ ഹേ, ഇത് കഠിനമായ ഒരു ജോലിയാണ്. ഖൗമോं की जिंदगी में, ഒരു സമൂഹത്തിന്റെ ജീവിതത്തിൽ ഇത് വലിയ പ്രയാസമാണ്.
സമൂഹങ്ങൾക്കിത് വ്യക്തികൾക്കിത് എളുപ്പമായിരിക്കും. നമ്മൾ ആലോചിക്കുന്നത് ഇസ്ലാമിന്റെ ഹിജാബിന്റെയും മറയുടെയും ആ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്നും നമുക്കുണ്ട്, അൽഹംദുലില്ലാഹ്. ഇല്ലേ? എത്രയോ ആരൊക്കെ മെഹ്റമുകളാണ്, ആരൊക്കെ മെഹ്റമുകളല്ല എന്ന് അന്യോന്യം കാണാൻ പറ്റുന്നവരും പറ്റാത്തവരും ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി ഒരു വീടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകളിൽ പോലും ഈ തരത്തിലുള്ള അച്ചടക്കം പാലിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ ഉമ്മത്തിൽ ഇന്നും ബാക്കിയുണ്ട്, അൽഹംദുലില്ലാഹ്. അതല്ല മൻസിൽ യഹി കഠിൻ ഹേ ഖൗമോं की जिंदगी में, ഇത് ഒരു സമൂഹത്തിന്റെ സംസ്കാരമായി കൊണ്ടുവരാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അതിനെ തരണം ചെയ്യണം നമ്മൾ. വ്യക്തികൾക്ക് എടുക്കാൻ എളുപ്പമാണ്, നമ്മുടെ ഉമ്മത്തിന് ഇത് ഒരുമിച്ചെടുക്കാൻ സാധിക്കണം. ആ ഒരു വലിയ ചലഞ്ച് മുന്നോട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിൽ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾക്ക് ഫലഹു അസ്ലിമു, അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് അനുസരിക്കും, ഇതല്ലേ അല്ലാഹു പറഞ്ഞത്? അല്ലേ? ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. സൂറത്തുൽ ഹജ്ജിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പരാമർശം, അങ്ങനെ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലഹു അസ്ലിമു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. സുബ്ഹാനല്ലാഹ്. ഫലഹു അസ്ലിമു, അല്ലാഹുവാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബിനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇസ്ലാം എന്ന വാക്കിനർത്ഥം സബ്മിഷൻ എന്നാണല്ലോ. നമ്മളെ സമർപ്പിക്കുക. ആർക്ക്? അള്ളാഹുവിന്റെ ആഗ്രഹത്തിന് നമ്മളെ സമർപ്പിക്കുക. അപ്പോഴേ നമ്മൾ മുസ്ലിം ആകുന്നുള്ളൂ, അപ്പോഴേ നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാകുന്നുള്ളൂ. ഫലഹു അസ്ലിമു. അവിടെ നമ്മൾ ബുദ്ധി നോക്കുന്നില്ല, അവിടെ നമ്മൾ അതിന്റെ യുക്തി എന്താണെന്ന് നോക്കുന്നില്ല. അങ്ങനെയാണ് അള്ളാഹുവിന്റെ നിയമത്തെ അന്ധമായിട്ട് അനുസരിക്കുക. ഇതാണ് ഇസ്ലാം. അള്ളാഹുവിന്റേതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ ചോദ്യമില്ല. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ ഇല്ലേ, മറ്റൊരു ചോദ്യം അവിടെ ഇല്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പാണ്. അതിന്റെ മുമ്പ് അവൻ പഠിച്ചോട്ടെ ഖുർആനിന്റെ എന്താണ്, ഖുർആനിന്റെ ആധികാരികത എന്താണ് പഠിച്ചോട്ടെ, ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഇതൊക്കെ പഠിച്ചോട്ടെ. ഷഹാദത്ത് ചൊല്ലി കടന്നു വന്നാൽ ഫലഹു അസ്ലിമു, പിന്നെ അല്ലാഹുവിന്റെ വിധേയത്വം, പിന്നെ അള്ളാഹുവിന് കണ്ണടച്ചുള്ള വിധേയത്വമാണ്. അവിടെ വേറെ ചോദ്യങ്ങളില്ല. പന്നിമാംസം തിന്നാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ ഹുക്മിൽ പോലും ഞാൻ ഒരു ആമുഖം ഈ വിഷയത്തിലേക്ക് പറഞ്ഞിടുകയാണ്. പന്നിമാംസം തിന്നാൻ പാടില്ല, അത് ഹറാമാണ്. ലഹ്മുൽ ഖിൻസീർ അല്ലേ, പോർക്ക് ഹറാമാണ്. എന്തുകൊണ്ട് ഹറാമാണ്? നമുക്ക് അല്ലാഹു കാരണം പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് മനസ്സിലാകുന്ന ചില കാരണങ്ങളുണ്ട്. അതിൽ ഇന്ന മാലിന്യങ്ങളൊക്കെ ഉള്ള ജീവിയാണ്, അതിൽ ഇന്ന വിഷാംശങ്ങൾ ഉണ്ടാകാം, അതിന്റെ ചില ജേംസുകൾ ഉണ്ടാകാം. അത് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ ഹിക്മത്തുണ്ട് അതിൽ, പക്ഷെ പൂർണ്ണമായി നമുക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. സഗലൂൽ അൻ-നജ്ജാർ എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതൻ ഈ അടുത്ത ഏതാനും 3 വർഷങ്ങൾക്ക് മുമ്പത്തെ ദുബൈ ഹോൾ ഇന്റർനാഷണൽ ഖുർആൻ അവാർഡിന്റെ പേഴ്സണാലിറ്റി അവാർഡ് കിട്ടിയ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനുണ്ട്, സഗലൂൽ അൻ-നജ്ജാർ. വലിയ പണ്ഡിതനാണ്, ഈജിപ്തുകാരനാണ്. അദ്ദേഹം UK പഠിച്ച ആളാണ്. അന്ന് അദ്ദേഹം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് ചോദിച്ചു പോലും, ഇസ്ലാമിൽ പന്നിമാംസം ഹറാമാണ് അല്ലെ, എന്താ കാരണം? അപ്പൊ അദ്ദേഹം അന്ന് വലിയ പഠിച്ചായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അത് അഴുക്ക് തിന്നുന്ന, ഡേർട്ട് തിന്നുന്ന സാധനമല്ലേ, വിസർജ്യം തിന്നുന്ന സാധനമല്ലേ. അപ്പൊ പറഞ്ഞു, സപ്പോസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ സങ്കല്പിക്കുന്നു ഒരു സ്വൈൻ ഫാം, പന്നികൾക്ക് മാത്രമുള്ള ഒരു ഫാം. അവിടെ നമ്മൾ അവർക്ക് നല്ല ഫീഡിങ് കൊടുത്തിട്ട് നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന ഒരു പന്നിയാണെങ്കിൽ അത് തിന്നാൽ നിങ്ങൾക്ക് ഹറാമാണോ? അദ്ദേഹം പറഞ്ഞു, എപ്പോഴും ഹറാമാണ്. എന്തുകൊണ്ട്? കാരണം പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച കാരണം അവിടെ നടക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു പറഞ്ഞത് ഹറാമാണെന്ന ഫലഹു അസ്ലിമു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തന്റെ അനുഭവത്തിൽ ഇത് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പ്രയാസപ്പെട്ടു പോയി, മറുപടി പറയാൻ കഴിയില്ലല്ലോ. ഇത് ഡേട്ട് തിന്നാൻ ഒരു അവസരം പോലും കൊടുക്കാതെ ഈ സാധനത്തെ നല്ല ഒരു ഷെഡിൽ അതിനാവശ്യമായ പരിപോഷണം കൊടുത്ത് വളർത്തിയാൽ ഇതിനർത്ഥം തിന്നിന് എന്താണ് കുഴപ്പം? കുഴപ്പല്ലേ? ആണോ?
കുഴപ്പമാണ്, അതിൽ ആർക്കും സംശയമില്ല. സഹലൂൽ നജ്ജാറിന് അവിടെ മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം കുറെ നാളുകൾ വളരെ വിഷമിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സയൻസ്, ബയോളജി, ജോളജി എന്നാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ. പിന്നെ അദ്ദേഹം ഒരുപാട് ദീനും ഖുർആാനൊക്കെ പഠിച്ച് ഖുർആാനിന്റെ മുഅ്ജിസത്തോടെ സംബന്ധിച്ച് ഒരുപാട് ടോക്കുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കോളേജിൽ നിന്ന് ഒരു സ്റ്റഡി ടൂർ പോയി, ജീവികളെ പഠിക്കാനുള്ള യാത്രയാണ്. അന്ന് ഞങ്ങൾ ഒരിക്കൽ പോയത് ഒരു സ്വൈൻ ഫാമിലേക്കാണ്. പന്നികളെ വളർത്തുന്ന ഒരു ഫാം കണ്ടു പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്റ്റഡി ടൂർ പോയി. അന്ന് അള്ളാഹു എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളന്ന് ചെന്നു, ബസ്സിറങ്ങി ഞങ്ങളെ ഫാമിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഞാനും എന്റെ കൂട്ടുകാരും, മുസ്ലിമീങ്ങളായ കൂട്ടുകാർ, അവരൊക്കെ കൂടെ നടക്കുന്ന നടത്തത്തിൽ ഞങ്ങൾ ആ ഫാമിൽ കണ്ടതന്നെ നല്ല മനോഹരമായി നിർത്തിയിരിക്കുന്ന ഈ ഖിൻസീറിന്റെ കൂട്ടങ്ങളിൽ, പന്നിക്കൂട്ടങ്ങളിൽ ഓരോന്നും തൊട്ടടുത്ത ആളിന്റെ വിസർജ്യം തിന്നുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടു. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു, കണ്ടില്ലേ, നിങ്ങൾ എത്ര കൂട്ടിലിട്ട് വളർത്തിയാലും ഈ സാധനം വിസർജ്യം തന്നെ തിന്നുള്ളൂ. ചാൻസ് കിട്ടിയ തിന്നും, അത് അതിൻ്റെതാണെങ്കിലും തിന്നും, തന്റെ അയൽവക്കക്കാരൻ്റെതാണെങ്കിലും തിന്നും. ഇത് തിന്നുന്നത് കണ്ണുകൊണ്ടവർ കണ്ടു, അള്ളാഹു കാണിച്ചു കൊടുത്തു. അത് അഖലിയായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹു കാണിച്ചു കൊടുത്തതാണ്. അത് കണ്ടില്ലെങ്കിൽ പോലും ഹറാം ഹറാം എന്നല്ലേ, വാജിബ് വാജിബ് തന്നെയല്ലേ. അവിടെ നമുക്ക് ഒരു ഡോക്ടറുടെയോ സയൻസിന്റെയോ ഒരു സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നോമ്പ് നോൽക്കുന്നത് തടി കുറക്കാനല്ല. റമളാനിന്റെ നോമ്പ് വരാൻ പോകുന്നു, ഡോക്ടർമാരെ വെച്ച് ചർച്ച ഉണ്ടാകും. ടി വിക്കാർക്കൊക്കെ എന്താ ഡോക്ടർക്ക് എന്താ, ഡോക്ടർ നീ എന്ത് പറഞ്ഞോട്ടെ, റമളാനിന്റെ നോമ്പ് പുണ്യമായ റമളാനല്ലേ, നോമ്പ് ഡോക്ടർ ഇനി പറഞ്ഞു വിചാരിക്കുന്നത് അസിഡിറ്റി ഉണ്ടാവുന്ന മേലെ തല പോയ ഡോക്ടർമാർക്ക് പറയാൻ പറ്റും. ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അസിഡിറ്റി ഒക്കെ വയറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അവര് എന്തു പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ ഹുക്മാണ്. ആ റമളാനിൽ ജീവനോടെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ നോമ്പ് നോൽക്കണം. തടി കുറക്കാൻ വേണ്ടി സുന്നത്ത് നോമ്പ് വെച്ചിട്ട് കാര്യമില്ല, കൂലിട്ടൂല. കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ഭക്ഷണം അതും പറ്റൂല, ഇതും പറ്റൂല, എന്നാ പിന്നെ കടക്കട്ടെ നോമ്പ്. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ട്. യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസവും വയൗമുൽ ഖമീസ് വ്യാഴാഴ്ച ദിവസവും എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റതിന്റെ പേരിൽ ഞാൻ നോൽക്കുകയാണ്. അങ്ങനെ നിയത്ത് ചെയ്താൽ ആ നോമ്പിന് കൂലിണ്ട്. അല്ലാത്ത കൊളസ്ട്രോൾ കുറഞ്ഞെന്ന് വരും, നോമ്പിന് കൂലിട്ടൂല. അപ്പോ നമ്മൾ ഹിക്മത്തിലെ അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കുകയാണ്. ഫലഹു അസ്ലിമു, അതാണ് ദീൻ. അവിടെ വേറെ ചോദ്യങ്ങളില്ല. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, ഇത് ബോധ്യപ്പെട്ട പിന്നെ അവിടെ വേറെ ചോദ്യമില്ല. അതുകൊണ്ട് നമ്മൾ ചർച്ചയിലേക്ക് വരികയാണ്. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടും പറയണം നബിയെ, അവരും അവരുടെ കണ്ണുകൾ ചിമ്മണമെന്നും അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കണമെന്നും പറയണം. അവരുടെ ഭംഗി അവർ വെളിവാക്കാനേ പാടുള്ളതല്ല. ഇല്ലാ മാ ദഹറ മിൻഹാ, അതിൽ നിന്ന് വെളിവായി പോകുന്നതൊഴികെ. വെളിവാക്കാൻ പാടില്ല ഇന്നത് ഒഴികെ, അങ്ങനല്ല. വെളിവായി പോകുന്നത് നിർവാഹമല്ലല്ലോ. വസ്ത്രം, തിയാബ്, വസ്ത്രം പോലെയുള്ള, അതുപോലെ തന്നെ ഒന്ന് അനങ്ങുമ്പോഴോ യാത്രമധ്യയോ വസ്ത്രം നീങ്ങിപ്പോകുന്ന, മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാലിന്റെ അടിഭാഗം, അങ്ങനെയൊക്കെയാണ് അതിന് മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം. മുൻകൈയും മുഖവും എന്ന അഭിപ്രായമുള്ള ആലിമീങ്ങളുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായം അവരുടെ ശരീരം മുഴുവനും ഔറത്താണ്, മറക്കേണ്ടതാണെന്നാണ്. ഇനി പറയുന്നു, വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. വൽയദ്രിബിന, പെണ്ണുങ്ങൾ ശക്തിയായി കെട്ടിവെക്കേണ്ടതാണ്. ബിഖുമുരിഹിന്ന, അവരുടെ മുഖവസ്ത്രത്തിൽ നിന്ന്, തലമറക്കുന്ന വസ്ത്രം അവരെ താഴ്ത്തിയിടണം എന്നാണ് അർത്ഥം. പക്ഷെ പറഞ്ഞതോ വറബ. വറബ എന്ന വാക്കിനർത്ഥം അടിച്ചു എന്നർത്ഥം അതിനുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ വറബ എന്ന് പറഞ്ഞാൽ ഇഹ്കാമ് ചെയ്യാന്ന, അതിനുണ്ട് പിടിച്ചു കെട്ടി പാറിപ്പോകാതെ അനങ്ങിപ്പോകാത്ത രീതിയിൽ ശരിക്കും കെട്ടിവെക്കണം. ഏത്? തലമറക്കുന്ന വസ്ത്രം കൊണ്ട്. അലാ ജുയൂബിഹിന്ന, അവരുടെ ജൈബുകളുടെ മേലിൽ അവരതിനെ താഴ്ത്തിയിടണം. ജൈബ് എന്ന് പറഞ്ഞാൽ കീശ എന്നാണ് അർത്ഥം. കീശ എന്ന് പറഞ്ഞ ജൈബ് എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തിൽ കഴുത്തിന്റെ ഭാഗത്തിൽ വസ്ത്രം ഓപ്പണായി കിടക്കുന്ന ഈ ഭാഗത്തിനാണ് ജൈബ് എന്ന് പറയാം. അങ്ങനെ ഒരു ഓപ്പണായ സാധനമാണ് നമ്മുടെ പോക്കറ്റ്. അതുകൊണ്ട് അതിന് ജൈബ് എന്ന് അറബിയിൽ പറയും.
പക്ഷേ ജുയൂബ് എന്ന് പറഞ്ഞാൽ കഴുത്തും നെഞ്ചിന്റെ ഭാഗങ്ങളും കാണപ്പെടാൻ ഇടയുള്ള സ്ഥലം. അന്ന് ജാഹിലിയ കാലത്തൊക്കെ തലമറച്ചാൽ പെണ്ണുങ്ങൾ ബാക്കിലോട്ട് ആ വസ്ത്രം കെട്ടിവെക്കും. അത് വേണ്ട, അതവർ വെക്കേണ്ടത് നേരെ നെഞ്ചിലേക്ക് അവർ താഴ്ത്തിയിടണം. അവരവരുടെ ഭംഗി വെളിവാക്കരുത്. അവരുടെ ഭർത്താക്കന്മാർക്കൊഴികെ. 12 ആളുകളെയാണ് ഇവിടെ പറയാ, 12 വിഭാഗം. അതിലൊന്ന് ഭർത്താക്കന്മാർ. അവർക്ക് വെളിവാക്കാൻ പറ്റുന്ന പോലെ മറ്റൊരാൾക്കുമില്ല. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന്റെ ഭാര്യ, അയാളുടെ ഭാര്യയുടെ ശരീരം മുഴുവനും നോക്കൽ, കാണൽ ഒക്കെ അയാൾക്ക് അനുവദനീയമാക്കിയിട്ടുള്ള, അള്ളാഹു ഹലാലാക്കി വെച്ചിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു വെളിവാക്കൽ ഇനി പറയുന്ന ആരുടെ മുമ്പിലുമില്ല. അതല്ല ഇതിന്റെ അർത്ഥം. ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളത് ഇവരൊക്കെയാണ്. ഭർത്താവ് എന്ന് പറഞ്ഞു, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരേ കാറ്റഗറിക്കാരാണ്. പിന്നെ പറയുന്നു ഔ ആബാഇഹിന്ന, അവരുടെ പിതാക്കന്മാർ, വാപ്പമാർ. ഉമ്മയുടെ വാപ്പ, വാപ്പയുടെ വാപ്പ, അവരുടെ വാപ്പ, എത്രയായാലും വാപ്പമാർ. ഔ ആബാഇ ബുഊലതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ. ഭർത്താവിന്റെ വാപ്പ അല്ലെങ്കിൽ ഭർത്താവിന്റെ വാപ്പയുടെ വാപ്പ എന്ന് ഒരൽപ്പം മുഖവോ മുൻകൈയോ കൈയിന്റെ ഭാഗങ്ങളോ കാലിന്റെ ഭാഗങ്ങളോ മുടിയിൽ നിന്നൊരൽപ്പമോ ജോലി ചെയ്യുന്ന സമയത്ത് സാധാരണയായി വെളിവാക്കപ്പെടുന്നത് കുഴപ്പമില്ല. കാരണം ഇവർ വിവാഹം ചെയ്യൽ ഹറാമായ ആളുകളാണ്. ഇവർക്കൊന്ന് വിവാഹം ചെയ്യാൻ മഹ്റമാണ്. അങ്ങനെ ഒരു വൈവാഹിക ചിന്ത പോലും വരാനിടയില്ലാത്ത ആളുകളാണല്ലോ. അതിന്റെ പേരിൽ അവിടെ ഫിത്നയില്ലല്ലോ. ആ കാഴ്ചപ്പാടിലാണ് ഈ നിയമം. പക്ഷേ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ എന്നിടത്ത് പറഞ്ഞു വഇൻദ ഖൗഫിൽ ഫിത്ന, അവിടെ ഒരു ഫിത്ന ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഭർത്താവിന്റെ വാപ്പാണ്, പക്ഷേ അദ്ദേഹത്തിന് തന്റെ മരുമകളോടുള്ള ബന്ധം, പെരുമാറ്റത്തിൽ എന്തോ അസ്വാഭാവികത തോന്നുന്നുണ്ട് എങ്കിൽ പൂർണ്ണമായ ഹിജാബിലെ ആ പെണ്ണ് ജീവിക്കാവൂ എന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു മനുഷ്യനിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് നിയമം പറയാൻ. അസ്വാഭാവികത ഇവിടൊക്കെ വരും. പക്ഷേ അള്ളാഹു നിയമം വ്യക്തമാക്കി പറഞ്ഞുതരാണ്. ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ, ഔ അബ്നാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ മക്കൾ, പെണ്ണുങ്ങൾ, അവരുടെ മക്കളുടെ മുമ്പിൽ അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം, മുടി, കാര്യങ്ങളൊക്കെ വെളിവാകുന്നതിന് കുഴപ്പമില്ല. മക്കളാണ്. മറ്റുള്ളവരെ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവരുമായി ഇടപഴകുന്ന ആളുകളാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർ, സ്വന്തം സഹോദരൻ. ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾ, സഹോദരന്റെ മക്കൾ, സഹോദരന്റെ മകളോ മകനോ, ആൺമക്കൾ. കാരണം പെണ്ണുങ്ങളിലേക്ക് നോക്കിയിട്ടാണ് ചർച്ച. ഈ പെണ്ണുങ്ങൾക്ക് ആർക്കെല്ലാം അവരുടെ സൗന്ദര്യം പ്രകടമാക്കാം. അപ്പൊ പറയാണ് സഹോദരന്മാരുടെ മക്കൾ. ഔ ബനി അഖവാതിഹിന്ന, സഹോദരിമാരുടെ മക്കൾ. ബനി അഖവാതിഹിന്ന, ജ്യേഷ്ഠത്തിയുടെ അനുജത്തിയുടെ മക്കൾ. ഔ നിസാഇഹിന്ന, അവരുടെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമത്തായ പെണ്ണുങ്ങൾ. അതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരണം വരാനുണ്ട്. മുസ്ലിമത്തായ അവരുടെ, മുസ്ലിമീങ്ങളായ അവരുടെ പെണ്ണുങ്ങൾ, വീട്ടിൽ ഇടപഴകുന്ന, അവരുമായി അടുത്തിടപഴകുന്ന സുഹൃത്തുക്കളായ, വീട്ടിൽ വേലക്കാരികളും ജോലിക്കാരികളും ഒക്കെയായ അവരുടെ മുസ്ലിമത്തുകളായ സഹോദരിമാർ. മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളുടെ ഇടയിൽ അവർക്ക് അവരുടെ മുടി അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ സാധാരണയായി ഒരു ജോലി സമയത്ത് വെളിവായി പോകുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിനൊന്നും ഇവരുടെ മുമ്പിൽ വിരോധമില്ല. ഔ മാ മലകത് അയ്മാനുഹുന്ന, അല്ലെങ്കിൽ അവരുടെ അടിമകൾ അവരുടെ മുമ്പിൽ. അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാൽ, അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബ, വീടുമായി ചുറ്റിപ്പറ്റി കഴിയുന്ന ആളുകൾ. ഗൈരി ഉലിൽ ഇർബ, സ്ത്രീകളിലേക്കൊരാഗ്രഹമോ സ്ത്രീകളെ സംബന്ധിച്ചൊരു ചിന്തയോ ഒന്നുമില്ലാത്ത ചില പുരുഷന്മാർ. അതിനൊക്കെ ചർച്ച വരുന്നുണ്ട്. അബ്ല പറഞ്ഞാൽ ഒരു മന്ദൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾ എന്നർത്ഥം. അയാൾക്ക് ഒന്നും ദുന്യാവില് നേരായ ഭക്ഷണം കഴിക്കണം എന്നല്ലാതെ വേറൊന്നും അറിയില്ല. അങ്ങനത്തെ ചില ആളുകളൊക്കെ ഉണ്ടാവില്ല. ഏതെങ്കിലും വീട്ടിലെ വല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ തിന്നു പോകും എന്നല്ലാതെ അങ്ങനത്തെ ആളുകൾ വിരോധമില്ല. പിന്നെ പറയുന്നു അവിത്തുഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ.
ആ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് എത്രയാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അല്ലാഹു തആല കുട്ടികൾ എന്നാണ് പറഞ്ഞു വെച്ചത്. മുമ്പത്തെ പഴയ കാലത്തെ കുട്ടികള്, നമ്മൾ കുട്ടികളായിരുന്ന കാലത്തെ കുട്ടികളല്ല ഇപ്പത്തെ കുട്ടികൾ. അപ്പൊ കുറച്ചൊക്കെ സമയമൊക്കെ ഒന്നുകൊണ്ട് താഴോട്ട് കൂട്ടേണ്ടി വരും. അവിത്തുഫിരില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, ഔറത്തുകൾ കാണപ്പെടുകയോ പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ അറിയപ്പെടുകയോ ചെയ്യാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു കാലത്താണ്. ഫിത്നയുടെയും ഫസാദിന്റെയും കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഈ കുട്ടികളിൽ ആർക്ക് എന്തൊക്കെ അറിയാം അറിയാതിരിക്കാം, ഇതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സംഗതിയാ. ഖുർആൻ ഒരു ക്രൈറ്റീരിയം വെച്ചു, പെണ്ണുങ്ങളുടെ സ്വകാര്യതകളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ, അങ്ങനെ ഒരു പ്രായമൊന്നും ആയിട്ടില്ല, അങ്ങനെ അതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കുട്ടികൾ, അവരുടെ മുമ്പിലും വിരോധമില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ പറയുന്നു 12 വിഭാഗം കഴിഞ്ഞു. വലാ യദ്രിബന ബിഅർജുലിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ കാലുകളെ കൊണ്ട് അടിക്കരുത്, നിലത്തടിക്കരുത്. ബിഅർജുലിഹിന്ന, എന്തിനടിക്കരുത്? ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ, അവരുടെ ഭംഗിയിൽ നിന്ന് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വല്ലതും ഉള്ളിൽ നിന്ന് ഒന്ന് ശബ്ദമുണ്ടാക്കി പുറത്തു വരാൻ വേണ്ടി കാലുകൊണ്ട് അടിച്ചു നടക്കണ്ട. നടക്കണ സമയത്ത് കാലിലെ ശബ്ദമുള്ള പാദസരൊക്കെ ഇടുന്ന ഒരു സ്വഭാവം ഇന്നിപ്പോ ശബ്ദം ഇല്ലാത്തതായി മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് കുഴപ്പമില്ല, ചവിട്ടിയാലൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ വരുമ്പോ ഒരു ഡാൻസിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാലിൽ ചലങ്കയോ ശബ്ദങ്ങളോ ധരിച്ച് ഇപ്പൊ നടക്കണ സമയത്ത് ഇത് പാടില്ല എന്നാ ഖുർആൻ പറയാം. പിന്നെണ്ടോ സ്റ്റേജിലൊക്കെ പ്രായപൂർത്തിയെത്തിയ മക്കൾ, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയ മക്കൾ അന്യ ആളുകളുടെ മുമ്പിലൊക്കെ അവരുടെ ശാരീരിക പ്രകടനങ്ങൾ ചെയ്യുന്നത് എത്ര കടുത്ത ഹറാമാണ്. അതിന് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഇസ്ലാമിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ. അത് സുന്നി സെന്ററിന് ഒരു നിയമം, KMCCക്ക് ഒരു നിയമം, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ. ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മുസ്ലിമീങ്ങളുടെ നിയമം എന്നും ഒന്നെന്നെയാണ്, അതിൽ മാറ്റല്ല. അങ്ങനെയെങ്കിൽ ഖുർആനെ തിരുത്തിയെഴുതണം. അത് പറ്റുമോ? മആദല്ലാഹ്. അള്ളാഹുവിന്റെ നിയമം ഇതാണ്. നടക്കുന്ന പെണ്ണുങ്ങൾ നടത്തത്തിൽ കാലുകൊണ്ട് ശബ്ദം ഉണ്ടാക്കല്ലേ. എന്തിന്? ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ, അവരുടെ ഭംഗിയിൽ നിന്ന് അവർ മറച്ചു വെച്ചിട്ടുള്ളത് പുറത്താളുകൾ കേൾക്കാൻ വേണ്ടി കാലുകൊണ്ട് ശബ്ദം ഉണ്ടാക്കല്ലേ. അപ്പൊ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കണം. എവിടൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ആലോചിക്കണം. നമുക്ക് ലേബൽ പ്രശ്നമല്ല, നമ്മുടെ ദസ്തൂർ ഒന്നാണ്, ഖുർആനാണ്, അള്ളാഹുവിന്റെ നിയമം ഒന്നാണ്. മനസ്സിലായല്ലോ? കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ വേറെ ചർച്ചകളൊന്നും വേണ്ട. ആര് നടത്തുന്നു, ഇത് ആരുടെ പ്രോഗ്രാമാണ്, അത് സ്കൂളിന്റെ പ്രോഗ്രാമാണോ, സുന്നി സെന്ററിന്റെ പ്രോഗ്രാമാണോ, മറ്റ് പാർട്ടിക്കാർ, ഇതൊന്നും മുസ്ലിമീങ്ങളുടെ സംഭവമാണോ, നമുക്കിത് പാടില്ല. അല്ലാഹുമ്മ ഹൽ ബല്ലഗ്ത, ഞാനിത് അറിയിച്ചിരിക്കുന്നു, അത് എന്റെ ബാധ്യതയാണ്. നമ്മളെല്ലാരും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാഹു തആല എന്നോട് ചോദിക്കൂല, നിങ്ങൾ എന്തൊരു ചാൻസ് കിട്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ. ഞാനത് പറഞ്ഞു. നമ്മളത് അറിയാ, ജീവിതത്തിൽ പകർത്തുക. ഈ ഹാളിൽ പ്രത്യേകിച്ചു ഇത് ഇസ്ലാമിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് വിഷയം അതിഗൗരവത്തിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരും. ഈ ആയത്ത് ഓതപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. പെണ്ണുങ്ങളുടെ മറഞ്ഞു കിടക്കുന്ന സൗന്ദര്യം പ്രകടമാകാൻ കാലുകൊണ്ട് ശബ്ദിച്ച് നടക്കല്ലേ. പിന്നെ അതിനപ്പുറമുണ്ടോ ഒരു സ്റ്റേജിൽ കയറിയുള്ള പരാമർശം, അവരുടെ പെർഫോമൻസ്? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ചിന്തിക്കണം. വതൂബു ഇലല്ലാഹി ജമീഅ, എല്ലാവരും തൗബ ചെയ്തേക്ക്. അല്ലാഹു പറയാ, എല്ലാവരും തൗബ ചെയ്തേക്ക്. കാരണം എന്താ? ഈ വിഷയങ്ങളിൽ അലംഭാവം ജനങ്ങൾക്ക് വരും. അല്ലാഹുവിനറിയാം. നിയമം അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ തോന്നും നമ്മുടെ കുട്ടികളല്ലേ. കുട്ടികളൊക്കെ, പക്ഷെ എത്രാം ക്ലാസ്സിലെ കുട്ടികളാ? നമ്മുടെ ഒരു ആനുവൽ പ്രോഗ്രാം അല്ലേ. ആട്ടെ, ഇത് ആരാണ് ഈ ചെയ്യുന്ന മക്കൾ? ആരാണ്? അലംഭാവവും സ്വാഭാവികമായും സാരമില്ല എന്നൊരു സമീപനം ഇതിൽ മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞെന്താ? തൂബൂ ഇലല്ലാഹി ജമീഅ, എല്ലാവരും തൗബ ചെയ്തോളൂ. എല്ലാവരും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. കാരണം ആർക്കൊക്കെ കാണാൻ പറ്റില്ല എന്ന് അള്ളാഹു താല പറഞ്ഞു. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ഇടപെടലുകൾ, ഒരു കല്യാണത്തിൽ നമ്മൾ ഇടപെടുന്നത്, ഒരു സദ്യയിൽ കൂടുമ്പോൾ, ഒരു വീട്ടുകാരുമായി ഇടപഴകുമ്പോ ഒക്കെ കാണാൻ പാടില്ലാത്ത ആളുകൾ കണ്ടുപോയിട്ടുണ്ടാകാം.
അങ്ങനെയൊക്കെ സംഭവിക്കൽ സ്വാഭാവികമായും ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹു ഇവിടെ ചെയ്തവർ എന്ന് പറഞ്ഞില്ല, എല്ലാവരും തൗബ ചെയ്തേക്ക്. തൂബു ഇലല്ലാഹി ജമീഅ, അല്ലാഹുമ്മ തുബ്നാ ഇലൈക, അല്ലാഹു ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ പടച്ചവനെ. തൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലാഹുവിൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ എല്ലാവരും തൗബ ചെയ്തേക്കിൻ. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അലൻ നബി سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. ഇതിൽ ആറാമത്തെ ചർച്ചയിലേക്കാണ് നമ്മൾ വരുന്നത്. 5 കാര്യങ്ങൾ ചർച്ച ചെയ്തു വെച്ചു. വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ തലമറക്കുന്ന വസ്ത്രം നെഞ്ചിലേക്ക് താഴ്ത്തിയിടണം എന്ന് പറഞ്ഞ ആയത്ത് അത് ഇറങ്ങാനുണ്ടായ കാരണം പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അവരുടെ തലമറച്ചാൽ, മുടി മറച്ചു കഴിഞ്ഞാൽ അനർബികളായ ആളുകൾ ചെയ്തിരുന്നത് പോലെ ഈ പിറകുവശത്തേക്ക് അവര് മുടി കെട്ടിയ വസ്ത്രം പിറകുവശത്തേക്ക് അവർ താഴ്ത്തിയിടും. അപ്പൊ കഴുത്തും മറ്റു ഭാഗങ്ങളും നെഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ വ്യക്തമായി കാണും. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുഖം മറക്കുന്ന വസ്ത്രം നെഞ്ചിലേക്ക് താഴണം എന്ന നിയമം വന്നത്. മുഖം മറക്കുന്ന വസ്ത്രം അപ്പൊ അത്ര ചെറിയ വസ്ത്രമായി കൂടാൻ, ഒരൽപ്പം വീതി കൂടിയ നെഞ്ചുവരെ മറക്കാൻ ഒരു കപ്പാസിറ്റി ഉള്ള അങ്ങനെയുള്ള ഒരു വസ്ത്രമായിരിക്കണം അവർ തലമറക്കേണ്ടത്. ശരീരം മുഴുവനും മറച്ചതുകൊണ്ട് പെണ്ണിന്റെ ഔറത്ത് തീരുമോ? നമ്മൾ മനസ്സിലാക്കണം. എത്രയോ നമ്മളൊക്കെ ഇവിടൊക്കെ ഒരു മൾട്ടി കൾച്ചർ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. നല്ല തലമറച്ച പെണ്ണ് ഒരു മുടി പോലും കാണുന്നുണ്ടാവില്ല, പക്ഷെ ഇട്ടത് ടീഷർട്ടും ജീൻസുമാണ്. ഹറാമല്ലേ? ശരീരത്തിന്റെ തൊലിനിറം വ്യക്തമാക്കുന്നതോ ശരീരത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നതോ ആയ വസ്ത്രങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വണ്ണം ഇത്രയാണ്, ശരീരത്തിന്റെ ആകൃതികൾ ഇന്നതാണെന്ന് ഒരു പെണ്ണിന്റെ ശരീരം വർണ്ണിക്കാൻ കഴിയുന്ന രീതിയിൽ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന വസ്ത്രം അത് ഹറാമാണ്. മാ യസിഫു വതശിഫു, ശരീരത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ട്രാൻസ്പാരന്റ് ആയത് ഇത്തരം വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾക്ക് ഹറാമാണ്. ഒരു മുടി പോലും തലയിന്ന് കാണുന്നില്ല, ശരിയാണ്. പക്ഷെ ഉട്ട വസ്ത്രം എന്ന് പറഞ്ഞില്ല ഹദീസ്? വസ്ത്രം ധരിച്ച പെണ്ണുങ്ങൾ വരും. പുരുഷന്മാരൊക്കെ ഞങ്ങളെല്ലാം ഒന്ന് നോക്കണം, പുരുഷന്മാരിലേക്ക് ഇവരാണെങ്കിലോ ഒന്ന് കൊഞ്ചിക്കുഴയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനത്തെ പെണ്ണുങ്ങൾ അന്ത്യനാളിൽ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. കാസിയാത്തുൻ ആരിയാത്തുൻ, അവര് വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ അവര് വസ്ത്രം ധരിച്ചിട്ടില്ല. വസ്ത്രം ധരിക്കാതിരുന്നാൽ എന്താണ് അവസ്ഥ? അതുപോലത്തെ വസ്ത്രമാണ് അങ്ങനത്തെ പെണ്ണുങ്ങൾ. മാഇലാത്തുൻ മുമീലാത്ത്, ആണുങ്ങളിലേക്ക് കൊഞ്ചിക്കുഴയുന്നവർ. മുമീലാത്ത്, ആരെങ്കിലും ഒന്ന് നോക്കണം, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, ഹംബ് ഹിജാബ് എന്നാ പറയുന്നതിനൊക്കെ. എന്താ? മുടിയൊന്ന് മേലോട്ട് പൊക്കി വെച്ചിട്ട് ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടിക്കെട്ട് മേലോട്ട് ഉയർത്തി വെക്കുന്ന സംസ്കാരം വരുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ ഉസ്താദ് ഇപ്പൊ ധാരാളം കാണുന്നത് അത് തന്നെയാണ്. എന്താ ചെയ്യാ? അന്ത്യനാളിന്റെ അടയാളമാണത്. എന്താണ് ആ ഒരു സ്റ്റൈല് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ആക്സസറീസ് ആണ് പെണ്ണുങ്ങൾക്ക് വേണ്ടി കമ്പനിക്കാർ ഇറക്കി കൊടുക്കുന്നത്? മുടിയുടെ കെട്ടിന്റെ ഒരു കോലം കൂടാൻ പല രീതിയിലുള്ള സാധനങ്ങൾ. അതൊന്നും തികയാഞ്ഞിട്ട് മറ്റു പല പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടൊക്കെ വെച്ച് കെട്ടുന്ന സംസ്കാരം വരെ. എന്തിന്? മുടിക്കെട്ട് ഉയർത്താൻ. ഈ ഉയർത്തൽ ഹംബിന്റെ പോലെയുള്ള ഒരു ഉയർത്തൽ വരുമെന്നാണ് തങ്ങൾ പറയാ. ഒട്ടകത്തിന്റെ പൂഞ്ഞ നടക്കുമ്പോൾ ആടുന്ന പോലെ ഇവരുടെ തലക്കെട്ട് മുടിക്കെട്ട് മേലോട്ടുയർത്തി ആ കെട്ടിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും നടക്കുന്ന സമയത്ത്. ഈ പെണ്ണുങ്ങൾ അള്ളാന്റെ സ്വർഗത്തിലേക്കല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ഫ്രാഗ്രൻസ് പോലും അവർക്ക് കിട്ടൂല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അള്ളാഹു അവർക്ക് നൽകുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പറഞ്ഞതിൽ അവർ മുടി കാട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഔറത്ത് കാണിച്ചു എന്നാണോ പറഞ്ഞത്? അല്ല. ഇതുപോലെയുള്ള വസ്ത്രധാരണം പറ്റില്ലെന്ന് ആർക്കാണറിയാത്തത്? ഇത് പിശാചിന്റെ സംസ്കാരമാണ്. പിശാച് പറഞ്ഞെടുക്ക ശരീരം മറച്ചിട്ടുണ്ടല്ലോ.
ഇത് മാത്രമാണോ ശറഇന്റെ നിയമം? ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന ചേർന്ന് കിടക്കുന്ന വസ്ത്രം ശരീരത്തിന്റെ ആകൃതി കാണിക്കുന്നത് ഹറാമാണ്. അതുകൊണ്ടാണ് തലമറക്കുന്ന വസ്ത്രം താഴേക്ക് ഇടണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഖുർആനിന്റെ ആയത്തുകളിൽ. ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ ഖാലത്, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, റഹിമല്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഉവൽ, മുഹാജിരീങ്ങളായ ആദ്യകാലത്ത് ഹിജ്റ പോയ മുഹാജിർ പെണ്ണുങ്ങളെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവരൊരുപാട് നല്ല കാര്യം ചെയ്തവരാണ്. ഹിജ്റ പോയ പെണ്ണുങ്ങൾ എന്താണ്? വലമ്മാ നസല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അല്ലാഹുവിന്റെ ആയത്ത് വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ തലമറക്കുന്ന വസ്ത്രം നെഞ്ചിലേക്ക് താഴ്ത്തിയിടണം, അത് കെട്ടിവെക്കണം. പെട്ടെന്ന് പാറിപ്പോകുന്നത് അങ്ങനല്ല, വളരെ ശരിക്കതിനെ ഇഹ്കാം ചെയ്യണം, അത് ഉറപ്പിച്ചു നിർത്തണം എന്ന ആയത്തിറങ്ങിയപ്പോൾ അവർക്ക് അത്തരം നീണ്ട മുഖമക്കനകൾ ഇല്ലാതിരുന്ന കാലം ശഖഖന ഉസുറഹുന്ന, അവരുടെ അരയുടുപ്പായി ഉപയോഗിച്ചിരുന്ന പല വസ്ത്രങ്ങളും അവർ വെട്ടുകയും ഫഖ്തമർന ബിഹാ, അതുകൊണ്ട് അവർ തലമറക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനത്തെ പെണ്ണുങ്ങളാണ് മുഹാജിറുകളിൽ ഹിജ്റ പോയ ആദ്യകാലത്തെ പെണ്ണുങ്ങൾ. അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. എനിക്ക് നിങ്ങളത് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മേത്ത് കയറാൻ നിൽക്കല്ല, അവര് പോയി കിട്ടുന്നത് എടുത്തുകൊണ്ട് വസ്ത്രം മറച്ചു തുടങ്ങുകയാണ്, ശരീരം മറച്ചു തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലിലൊക്കെ ഒരു മാറ്റം ഇനി മുതൽ ആവശ്യമായിട്ട് വരും. സുബ്ഹാനല്ലാഹ്. ودخلت على عائشة حفص بنت أخيها عبد الرحمن رضي الله عنهم, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ, ആ അബ്ദുറഹ്മാൻ തങ്ങളുടെ മകളുണ്ട് ഹഫ്സ ബീബി. അവർ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നു. വഖദ് ഇഖ്തമറത് ബിശൈഇൻ യശിഫു അൻ ഉൻഖിഹാ വമാ ഹുനാലിക, അവർ വന്നപ്പോ തലമറച്ച വസ്ത്രമാണെങ്കിലോ അത് ട്രാൻസ്പാരന്റ് ആയിരുന്നു, ഉള്ളിലൂടെ നോക്കിക്കാണാൻ പറ്റുന്നു. കഴുത്തും അതിന്റെ പരിസര ഭാഗങ്ങളൊക്കെ കാണപ്പെടുന്ന ഒരു വസ്ത്രം ധരിച്ച് ഹഫ്സ ബീവി, ആരുടെ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ നഫി, സഹോദരപുത്രിയായ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ. ഹഫ്സ എന്ന പേരിൽ ഒരുപാട് മഹദികളുണ്ട് കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹ മകളുണ്ട് ഹഫ്സ ബീബി. അപ്പോ അവരല്ല, അബ്ദുറഹ്മാൻ എന്നവരുടെ മകൾ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ വന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഭയങ്കര വിഷമായി. ആയിഷ ബീബി പറഞ്ഞു, ഇന്നമാ യുദ്റബു ബിൽ കസീഫ് അല്ലദീ യസ്തുറു, ശരീരം മറക്കുന്ന കുറച്ച് കട്ടിയെങ്കിലും ഉള്ള ഒരു വസ്ത്രം ധരിക്കണം മോളെ ഹഫ്സ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവർക്ക് ഉപദേശിച്ചു കൊടുത്തത് ഹദീസിൽ കാണാൻ കഴിയും. വൽയദ്രിബന ബിഖുമുരിഹിന്ന, ഏഴാമത്തെ വിഷയം എന്താണ് ഈ ഖുമുർ എന്ന് പറഞ്ഞാൽ? ജംഉ ഖിമാരിൻ, ഖിമാർ എന്ന വാക്കിന്റെ പ്ലൂരലാണ് ഖുമുർ. അതിന്റെ അർത്ഥം മാ തുഗത്താ ബിഹി റഅസുഹാ, ഒരു പെണ്ണിന്റെ ശരീരം, തലവസ്ത്രം, തല മുടി മറക്കുന്ന വസ്ത്രത്തിനാണ് ഖിമാർ എന്ന് പറയുക. അലാ ജുയൂബിഹിന്ന, ജൈബിന്റെ മേളിൽ ഇടണമെന്ന് പറഞ്ഞു. എന്താ ജുയൂബ് എന്ന് പറഞ്ഞാൽ? ജംഉ അൽ ജൈബ്, ജൈബ് എന്ന വാക്കിന്റെ പ്ലൂരലാണ് ജുയൂബ്. ഇത് അറബി ഭാഷ അറിയുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകാൻ അവർക്ക് കിട്ടാൻ വേണ്ടി പറയുകയാണ്. വഹുവ മൗളിഉൽ ഖത്ഇ മിന അദ്ദർഇ വൽ ഖമീസ്, വസ്ത്രത്തിന്റെയും ഷർട്ടിന്റെയൊക്കെ മേൽഭാഗത്തിനാണ് ജൈബ് എന്ന് പറയാൻ. മുറിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം അതാണല്ലോ, ഓപ്പൺ ആകാൻ സാധ്യതയുള്ള ഭാഗം മേൽഭാഗമാണ്. അതുകൊണ്ടാണ് അതിന് ജൈബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശം മഹാനായ മുഖാത്തിൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അലാ സുദൂരിഹിന്ന, ജുയൂബിഹിന്ന എന്ന വാക്ക് അതിന്റെ ഉദ്ദേശം അവരുടെ നെഞ്ചിലേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ നെഞ്ചിന്റെ ഭാഗം പൂർണ്ണമായും തലമറക്കുന്ന വസ്ത്രം കൊണ്ട് മറഞ്ഞിരിക്കണം. ഇത് അച്ചടക്കമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ വസ്ത്രരീതിയാണ് പരിശുദ്ധ ഖുർആൻ പെണ്ണിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ചെയ്തപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. സഫിയ ബിൻതു ശൈബ ഖാലത്ത് ബൈനാ നഹ്നു ഇൻദ ആയിഷ റളിയല്ലാഹു അൻഹ, ഞങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തിരുന്ന് ഫദക്കർനാ നിസാഅ ഖുറൈശിൻ വ ഫദ്ലഹുന്ന, ഖുറൈശികളായ പെണ്ണുങ്ങളുടെ ശ്രേഷ്ഠതയും അവരുടെ പോരിശയും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഖുറൈശി പെണ്ണുങ്ങൾ വല്ലാത്ത മഹദികൾ തന്നെ. ഖുറൈശികൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം
അള്ളാഹു നിഅമത്ത് ചെയ്തു എന്ന് വ്യക്തമായി അള്ളാഹു പറഞ്ഞ ഒരു വിഭാഗമാണ് ഖുറൈശി തറവാട്ടുകാർ. ആ പെണ്ണുങ്ങളുടെ മഹത്വം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടക്കം ഖുറൈശിയത്താണ്, ഖുറൈശി വംശത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ ഇരിക്കുന്ന സമയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന ലിനിസാഇ ഖുറൈശിൻ ലഫദ്ല, ഖുറൈശി പെണ്ണുങ്ങൾ വളരെ മഹത്വമുള്ളവർ തന്നെ. പക്ഷേ ഇന്നി വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ റഅയ്തു അഫ്ളല മിൻ നിസാഇൽ അൻസാർ, അൻസാരികളായ പെണ്ണുങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. എന്താണ് അവരുടെ പ്രത്യേകത? അശദ്ദ തസ്ദീഖൻ ബി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ അങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള വിഭാഗം അൻസാരി പെണ്ണുങ്ങൾ തന്നെ. എവിടത്തുകാർ? മദീനത്തുകാർ. മദീനത്തുകാരായ പെണ്ണുങ്ങൾക്കാണ് അൻസാരി പെണ്ണുങ്ങൾ, അവിടത്തുകാരാണ് അൻസാരികൾ. എന്താ കാരണം? ലഖദ് ഉൻസിലത്ത് സൂറത്തുൻ നൂർ. നോക്കണം, സൂറത്തുൻ നൂർ ഇറങ്ങി. സൂറത്തുൻ നൂർ ഇറങ്ങി. എന്താണ് ഇറങ്ങിയത്? വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, പെണ്ണുങ്ങൾ തലമറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചുപോലും നെഞ്ചടക്കം മറക്കണം എന്ന അല്ലാഹുവിന്റെ ആജ്ഞ വന്നപ്പോ ഇൻഖലബ ഇലൈഹിന്ന റിജാലുഹുന്ന, ഈ ആയത്ത് ഇറങ്ങി. ഈ ആയത്ത് ഓതിക്കൊണ്ട് ആ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ ഖുർആൻ ഓതി പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നു. വീട്ടിലേക്ക് ചെന്നപ്പോ എന്താണെന്ന് പറഞ്ഞത്, എന്താണെന്ന് പഠിച്ചത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ? പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അൻസാരികളായ പുരുഷന്മാർ അല്ലാഹുവിന്റെ ആയത്ത് യത്ലുർ റജുലു അലാ ഇംറഅതിഹി, ഭർത്താവ് അത് തന്റെ ഭാര്യക്ക് ഓതിക്കൊടുത്തു ഈ ആയത്ത്. വബിനതിഹി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അവരുടെ മകൾക്ക് പറഞ്ഞു കൊടുത്തു. വഉഖ്തിഹി, സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു. വഅലാ കുല്ലി ദീ ഖറാബതി, എല്ലാ കുടുംബക്കാർക്കും പറഞ്ഞു കൊടുത്തു. ഫമാ മിൻഹുന്ന ഇംറഅ, ഈ പറയപ്പെട്ടവരിൽ ഒരു പെണ്ണ്, ഓരോ പെണ്ണും ഇല്ലാ ഖാമത് ഇലാ മിർതിഹൽ മർഹൽ ഫഅതജറത് ബിഹി. സുബ്ഹാനല്ലാഹ്. അവരുടെ അരയുടുപ്പ് വസ്ത്രം കൊണ്ടുവന്ന് ശരിക്കും തലപ്പാവ് കെട്ടിവെക്കുന്നതിന് എഴുത്തജറ എന്ന് പറയാം. അവര് ശരിക്കും ഉറപ്പിച്ച് മുഖമക്കനയായി ധരിച്ചു. പുരുഷന്മാരിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. വീട്ടിലേക്ക് ഓതിക്കൊടുത്തു വന്നപ്പോഴേക്കും അവരത് സ്വീകരിച്ചു. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ വേറെ ഞാൻ കണ്ടില്ല. ഖുറൈശി പെണ്ണുങ്ങൾക്കൊക്കെ സ്ഥാനമുണ്ട്, പക്ഷെ ഇങ്ങനെ അൻസാരി പെണ്ണുങ്ങളെ പോലെ ഖുർആൻ സ്വീകരിക്കാൻ തയ്യാറായത് ഞാൻ കണ്ടിട്ടില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അസ്സലാത്തു അലൻ നബി. اللهم صل وسلم وبارك عليه. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅസ്ബഹന വറാഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തജിറാത്തിൻ കഅന്ന അലാ റൂസിഹിന്നൽ ഗിർബാൻ, അവരുടെ തലകളിൽ കാക്കകൾ ഇരിക്കുന്ന പോലെ കറുത്ത വസ്ത്രം വിട്ടവർ തലമറച്ച് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിറകിൽ കാണപ്പെട്ടുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. എട്ടാമത്തെ വിഷയം ഇതിൽ പഠിക്കാനുള്ളത്, ഒരു വസ്ത്രത്തിന്റെ കീശ എവിടെ വെക്കണം? അത് ടൈലർമാർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ? അല്ലെ, നമ്മളും ടൈലർമാരോട് പറഞ്ഞു കൊടുക്കാലോ നമുക്കും എവിടെ വെക്കണം. അതൊക്കെ ഇതാണ് ദീനുൽ ഇസ്ലാം. ഈ ആയത്തിൽ നിന്ന് എവിടെയാണ് മഹാനായ ഇമാമന ഖുർത്തുബി റഹിമഹുല്ലാഹ് ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ ഈ ആയത്തിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ട് പറയാണ്, ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ ഉണ്ട് ദലീലുൻ, ഇതിലൊരു തെളിവുണ്ട്, അലാ അന്നൽ ജൈബ ഇന്നമാ യകൂനു ഫി സൗബി മൗദിഅ അസ്വദരി, നെഞ്ചിന്റെ ഭാഗത്താണ് വസ്ത്രത്തിൽ കീശ വെക്കേണ്ടത് എന്ന് ഇതിൽ അടയാളമുണ്ടെന്ന് മഹാനായ ഇമാമന ഖുർത്തുബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അവരെ വസ്ത്രം ധരിച്ചിരുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ സ്വഹീഹിൽ ഒരു ഹെഡിങ്ങിനെ കൊടുത്തിട്ടുണ്ട്, ബാബു ജൈബിൽ ഖമീസി മിൻ ഇൻദി സ്വദ്രി വഗൈരി. ഒരു വസ്ത്രമിടുന്ന സമയത്ത് വസ്ത്രത്തിന്റെ കീശ, പോക്കറ്റ് നെഞ്ചിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ പരിസരത്താണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിശുക്കന്റെയും ഒരു ഔദാര്യവാനായ ആളിന്റെയും ഉദാഹരണം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസാണ്. അത് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നത് വസ്ത്രത്തിന്റെ കീശ എവിടെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ അങ്ങനെ ചെയ്താൽ അതിനെന്തുണ്ട്? കൂലി കിട്ടും. അൽഹംദുലില്ലാഹ്. അത് ഇപ്പോഴത്തെ മോഡൽ നമ്മുടെ ഷർട്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? അൽഹംദുലില്ലാഹ്. പിന്നെ വഅന്ന ജൈബഹു അലൈഹി സ്വലാത്തു വസ്സലാം കാന ഫീ സ്വദ്രി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നെഞ്ചിന്റെ ഭാഗത്താണ് പോക്കറ്റ് ഉണ്ടായിരുന്നത് എന്ന് ഈ ഹദീസിൽ ഇതിന്റെ ആയത്തിന് തഫ്സീർ ചെയ്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്.
ഒൻപതാമത്തെ വിഷയം ഖൗലുഹു തആല ഇല്ലാ ലിബുഉലതിഹിന്ന, അവരുടെ ബഅലുകൾക്കൊഴികെ മറ്റാർക്കും അവരുടെ സൗന്ദര്യം കാണിച്ചു കൊടുക്കരുത്. ആരാണ് ഈ ബഅല്? വൽ ബഅലു ഹുവ സൗജു വസ്സയ്യിദു ഫി കലാമിൽ അറബ്. അറബികൾ ബഅല് എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം കൂറ്റൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ്. കൂറ്റൻ ഒട്ടകം, കൂറ്റൻ കാള എന്നൊക്കെ അതിനാണ് ബഅല് എന്ന് പറയുന്നത്. പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ച് അങ്ങനെ പറയും, ബഅല് എന്ന് പറയും. അവിടെ അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സയ്യിദുമാർ, അവരുടെ മാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താക്കന്മാർ, അവർക്ക് കാണിച്ചു കൊടുക്കാം. ബഅല് എന്നാൽ സൗജ് എന്നാണ് അർത്ഥം. അതെങ്ങനെ വന്നു? ഹദീസ് ഉണ്ടല്ലോ, ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇദാ വലദത്തിൽ അമതു ബഅലഹാ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറഞ്ഞൊരു ഹദീസാണത്. ഹദീസു ജിബ്രീൽ, വളരെ ദീർഘമായ ഒരു ഹദീസാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന് ഒരു യാത്രക്കാരനെ പോലെ വന്നിരുന്ന് കുറെ ചോദ്യങ്ങൾ തങ്ങളോട് ചോദിച്ചു. തങ്ങൾ മറുപടി കൊടുത്തു, മറുപടി ശരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദീർഘമായ ഹദീസ്. അതിന്റെ അവസാന ഭാഗം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചുവല്ലോ, അല്ലേ? എന്താ ചോദിച്ചത്? നബിയെ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? എന്നാണ് ഖിയാമത്ത് നാൾ? മതസ്സാഅ, എന്നാണ് അന്ത്യനാൾ? അതിന്റെ ഡേറ്റ് എന്നാണ്? അത് 2012 ആണെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2012 അല്ലേ? തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെ ഒരു റൂമറൊക്കെ നടക്കുന്നുണ്ടേ. ആരൊക്കെയോ എന്തെങ്കിലുമൊക്കെ ഒരു അനിമേഷൻ മൂവി എടുത്ത് വിട്ടാൽ പിന്നെ ആൾക്കാർ പേടിച്ച് നടക്കുക. 2012 ഡിസംബർ ആകുമ്പോഴേക്കും ഖിയാമത്ത് സംഭവിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ, ഇത്ര കൊല്ലം കഴിഞ്ഞാലെന്ന് അള്ളാഹുവിന്റെ റസൂലിന് കിട്ടാത്തൊരു ഇൽമ് ഒരു മായാവിശ്വാസിക്കും ഒരു മായൻ സംസ്കാരക്കാരനും കിട്ടൂല. ഇത് വഹി വരുന്ന നേർക്കുനേരെയുള്ള സാറ്റലൈറ്റ്, നേർക്കുനേരെയുള്ള കണക്ഷൻ, ഇൽമിന്റെ ഫ്ലോ വരുന്നത് ആർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എന്താ പറഞ്ഞത്? മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ. The one question knows no better than the questioner. ചോദിച്ച നിങ്ങളെക്കാൾ ചോദിക്കപ്പെട്ട എനിക്ക് അതിനെ സംബന്ധിച്ച് അറിയൂല ജിബ്രീൽ അലൈഹിസ്സലാം. നിങ്ങളും ഞാനും അതിൽ സമമാണല്ലോ. അപ്പൊ ചോദിച്ചതാണ്, എന്നാ പിന്നെ വല്ല അടയാളങ്ങളും ഉണ്ടോ? അടയാളമുണ്ട്. രണ്ടടയാളം പറഞ്ഞു. രണ്ട് വാക്കുകൾ ഇതാ അൻ തലിദൽ അമതു റബ്ബതഹാ എന്നാണ് പ്രസിദ്ധമായ റിവായത്തുകളിൽ. ഇവിടെ മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട് ഇദാ വലദത്തിൽ അമതു ബഅലഹാ, ഒരു അടിമ സ്ത്രീ തന്റെ യജമാനനെ പ്രസവിച്ചാൽ, ഒരു അടിമ സ്ത്രീ തന്റെ യജമാനനെ പ്രസവിച്ചാൽ. അതിന് പല അർത്ഥങ്ങളുമുണ്ട്. അടിമ സ്ത്രീകളുടെ സമ്പ്രദായം വർദ്ധിക്കുകയും അടിമ സ്ത്രീയെ കല്യാണം കഴിച്ച് ആ അടിമ സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ടായാൽ, ഒരു കുട്ടി ജനിക്കലോടുകൂടെ ആ അടിമ സ്ത്രീ പിന്നെ സ്വതന്ത്രയായി മാറും എന്നാണ് ശരീഅത്തിന്റെ നിയമം. ഉമ്മു വലത് എന്നാ പറയാ. കുട്ടി ജനിച്ചതോടുകൂടെ ആ കുട്ടിയുടെ ജനനം കൊണ്ട് അടിമ സ്ത്രീ സ്വതന്ത്രയായി പോകും. അപ്പൊ അങ്ങനെ സ്വതന്ത്രയാകാൻ കാരണം മകനാണല്ലോ. അങ്ങനെ അടിമകളായ ഉമ്മമാർക്ക് മക്കൾ കാരണം സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. അപ്പൊ മക്കൾക്ക് മാതാപിതാക്കളോട് ഒരു അധികാരം തോന്നുന്ന കാലം. 36 ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വാക്കിന് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ. അതിൽ പ്രബലമായ അഭിപ്രായം അടിമകളെപ്പോലെ മക്കൾ മാതാപിതാക്കളോട് പെരുമാറുന്ന കാലമെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ വാക്കിന് അതാണ് അർത്ഥം. മക്കള് മാതാപിതാക്കളോട്, ഉമ്മയോട്, അപ്പയോടൊക്കെ പെരുമാറുന്നത് ഒരു സെർവന്റിനോട് പെരുമാറുന്ന പോലെ. അങ്ങനത്തെ ഒരു കാലം വരും. മക്കൾക്ക് റെസ്പെക്ട് ഇല്ല എന്ന് മാത്രമല്ല, മാതാപിതാക്കളെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ, അടിമകളോടെന്ന വിധത്തിൽ ഒരു തരത്തിലും കമ്പാഷൻ ആൻഡ് കൈൻഡ്നസ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വരുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ പറഞ്ഞ അടയാളമാണ് അറബ് ലോകത്ത് വലിയ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ വരുന്നത്. അതൊക്കെ പറഞ്ഞത് ഈ ഹദീസിലാണ്. അവിടെ പറഞ്ഞ ബഅല് എന്ന വാക്കിലാണ് നമ്മുടെ ചർച്ച കിടക്കുന്നത്. ഇല്ലാ ലിബുഉലതിഹിന്ന, ഭർത്താവ് അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്നർത്ഥത്തിലൊക്കെ ഇത് വന്നിട്ടുണ്ട് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, മാരിയ റളിയല്ലാഹു അൻഹ, മാരിയത്തുൽ ഖിബ്തിയ്യ. മാരിയ ബീവിക്ക് ഒരു മകൻ ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയായിരുന്നു, പക്ഷെ ഒരു ചെറുപ്പത്തിലെ മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ 3 പേരും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു.
ആ മാരിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ജനിച്ച കുട്ടി, ആ കുട്ടി ജനിച്ചതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഅതഖഹാ വലദുഹാ, മാരിയ ബീവിയുടെ മകൻ അവർ എട്ടത്ത് ചൊല്ലിയല്ലോ എന്ന് പറഞ്ഞു. മകൻ ജനിക്കുന്നതോടുകൂടെ ഉമ്മാക്ക്, ആ അടിമ സ്ത്രീയായിരുന്ന ഉമ്മാക്ക് മോചനം കിട്ടും എന്നാണ്. ഉമ്മു വലത് എന്നാണ് പറയുക. ഫിഖ്ഹിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പിന്നെ ഭർത്താവിന് ഭാര്യയുടെ സൗന്ദര്യം പ്രകടമാക്കി കൊടുക്കാം. അവരുടെ മുമ്പിൽ മാത്രമേ. അങ്ങനെ പറ്റുന്ന പോലെ ഒരാളുടെ മുമ്പിലും പറ്റില്ല. സ്വന്തം ഉമ്മയാണ്, വാപ്പയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ പരിപൂർണ ഉത്തരവാദിത്വം കിടക്കുന്നത് ആരുമായിട്ടാണ്? ഭർത്താവുമായിട്ടാണ്. അതുകൊണ്ട് ഭർത്താവിന് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടതാണ്. കല്യാണം കഴിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ എന്താണ് അല്ലേ? എന്താണ്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവര് ദീനിന്റെ 2 ഭാഗം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് അല്ലേ? തഹ്സീനുൽ ഫർജ്, ഒരു മനുഷ്യന് വൈകാരികമായ ചിന്തകൾ ഇല്ലാതിരിക്കാനാണ് വിവാഹം ചെയ്യുന്നത്. വൈവാഹിക ജീവിതം എന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടെ ചിന്തകൾ ശിഥിലമായി പോകാതെ, ഹറാമിലേക്ക് ചിന്ത വരാതെ ജീവിക്കാൻ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ചര്യയാണ് നിക്കാഹ് അല്ലെങ്കിൽ കല്യാണം. നിക്കാഹ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു മനുഷ്യൻ വായി നോക്കിയായി നടക്കുക എന്ന് പറഞ്ഞാൽ അവന് നല്ല ഷുഡ് ബി റിപ്രിമാൻഡഡ്. അത് ഭയങ്കര ഗുരുതരമാണ്. നിക്കാഹ് ചെയ്ത മനുഷ്യന്റെ കണ്ണ് സൂക്ഷിക്കാനാ നിക്കാഹ്. അതിന്റെ മുമ്പല്ലേ സൂക്ഷിക്കണം. നിക്കാഹ് കഴിഞ്ഞാൽ ബിൽ ഔല അല്ലേ? മനുഷ്യന്റെ ഫർജ് സൂക്ഷിക്കണം, അവന്റെ കണ്ണ് സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിഞ്ഞ ആളുകൾ അവര് വഴിയിലൂടെ നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണാനിടയായി, നളറത്തു ഫുജ്അ, പെട്ടെന്ന് കണ്ടുപോയി. അങ്ങനെ കണ്ടപ്പോൾ ശരീരത്തിൽ ആഗ്രഹം തോന്നി, ഫല്യഅതി സൗജ, അങ്ങനെ അയാൾക്ക് ജിമാഇനെ സംബന്ധിച്ചോ വൈകാരികമായ ചിന്തകളോ വഴിയിൽ വെച്ച് ഒരു പെണ്ണിനെ കണ്ടപ്പോ തോന്നിയെങ്കിൽ അവൻ അവന്റെ ഭാര്യയുടെ അടുത്ത് അവൻ ചെല്ലട്ടെ, എന്നിട്ട് അവളുമായി അവൻ ശാരീരികമായി ബന്ധം പുലർത്തിക്കോട്ടെ. ആ കണ്ടവളുടെ അടുത്തുള്ളത് തന്നെയാണ് ഇവളുടെ അടുത്തുമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ട്രീറ്റ്മെന്റ്, അതേ ഇതിന് വഴിയുള്ളൂ. തങ്ങൾ പറയാം, അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് നമ്മൾ ഹറാമിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി. ഭാര്യമാർ അവരുടെ സൗന്ദര്യം കാണാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ ഭർത്താക്കന്മാർക്ക് മാത്രമാണ്. ഇത് കുല്ലു മഹല്ലിൻ മിൻ ബദനിഹാ ഹലാലുൻ ലഹു ലദ്ദതൻ വനദറാ. ഇതാണ് ദീനിന്റെ കാഴ്ചപ്പാട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ഭർത്താവിനെ കാണാനും ആസ്വദിക്കാനും അനുവദിക്കപ്പെട്ടതു തന്നെ. അതുകൊണ്ട് ഭർത്താവിന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിലല്ല ഇനി പറയാൻ പോകുന്ന 10-11 പേരുടെയും അവസ്ഥ. ഭർത്താവിന് കാണാൻ പറ്റിയതൊക്കെ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് കാണാൻ പറ്റുന്നാണോ? അല്ല, ഒരിക്കലുമല്ല. അതൊന്ന് വേറെയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് സംഭവിക്കുന്ന പ്രശ്നം അതല്ല. ഭാര്യമാര് അണിഞ്ഞൊരുങ്ങുന്നുണ്ട്, ഭാര്യമാർ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, അവര് നല്ല സുഗന്ധം പൂശുന്നുണ്ട്, നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. എപ്പോ? കല്യാണത്തിന് പോകുമ്പോ, പുറത്തു പോകുമ്പോ. ഈ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഭവമായ പെണ്ണ് അധ്വാനിക്കാൻ, അവള് ജോലി ചെയ്ത വിഷമത്തിലാണ്, ഒക്കെയാണ്. അത് ഒരു അഴുക്കിലും വൃത്തിയില്ലാതെയും ദുർഗന്ധത്തോടും കുളിച്ചിട്ടില്ലാതെയും ഒക്കെ ആയാൽ കുടുംബത്തിൽ മാനസികമായ പ്രശ്നങ്ങൾ വരും. സ്വാഭാവികമാണ്. അല്ലാഹു തആല ഹലാലാക്കിയത് എന്തിനാണ്? 2 പേർക്കും ഹറാമിലേക്ക് പോകാതിരിക്കാൻ, അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാനും ഇബാദത്തിനും, നമ്മൾ അല്ലാഹുവിനെ അറിയാനും ദീനിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ മനുഷ്യന്റെ വൈകാരികമായ ആഗ്രഹങ്ങൾ അടങ്ങണ്ടേ? നിസ്കാരത്തിൽ പോലും നല്ല നിക്കാഹിന്റെ വിഷയം വളരെ ഗൗരവമല്ലേ? വളരെ ഗൗരവമാണ്. നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ പോലും ഒരു കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ അവന്റെ വൈകാരികമായ ആഗ്രഹങ്ങൾ അടങ്ങിയിരിക്കണം.
അതിനാണ് ഫഖദ് അഹറസ സുലുസ്, ദീനിന്റെ 2 ഭാഗവും പൂർത്തിയാക്കി കഴിഞ്ഞു നിക്കാഹ് ചെയ്യുന്ന മനുഷ്യൻ എന്ന് പറയാൻ കാരണം. അത് പൂർത്തിയാക്കി കൊടുക്കാൻ ഭർത്താവിന്റെ ഭാഗത്തിന് ശ്രമം വേണം, ഭാര്യയുടെ ഭാഗത്തും ശ്രമം വേണം. അവളുടെ സൗന്ദര്യം അവൾ കാണിക്കാൻ അള്ളാഹു അനുവദിച്ചത് ഒരേ ഒരാൾക്ക് മാത്രം, തന്റെ ഭർത്താവിന് മാത്രമേ അവളുടെ സൗന്ദര്യം കാണിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുള്ളൂ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഫർജുകളെ സൂക്ഷിക്കുന്നവർ ഇല്ലാ അലാ അസ്വാജിഹിം, അവരുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒഴികെ അവർക്ക് വിരോധമില്ല. ഔ മാ മലക്കത് ഐമാനുഹും, അല്ലെങ്കിൽ അടിമ സ്ത്രീകൾ, അതൊന്നും നിലവിലില്ലാത്തത് കൊണ്ട് ചർച്ച പ്രസക്തമല്ല. ഫഇന്നഹും ഗൈറു മലൂമീൻ, അവർക്ക് യാതൊരു ആക്ഷേപവുമില്ല, അത് ഹലാലു തന്നെ എന്നർത്ഥം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഭാര്യമാരും പെണ്ണുങ്ങളൊക്കെ ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കണം. അവനവന്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അവര് അണിഞ്ഞൊരുങ്ങേണ്ടവരാണ്. അവർക്ക് വേണ്ടി അവർ സുഗന്ധം പുരട്ടണം. അതല്ലേ ആയിഷ ബീവി, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കല്യാണം കഴിക്കാൻ പോകുമ്പോ അലി റളിയല്ലാഹു അൻഹു ആണ് പുതിയാപ്പിള, അല്ലേ? പുതിയാപ്പിളയോട് ചോദിച്ചു, അലി തങ്ങൾ ഖിത്ബത്ത് ചെയ്തു, നബി തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഭാര്യ, അങ്ങയുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഞാൻ കല്യാണം കഴിക്കട്ടെ? കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചോദിച്ചാൽ വലിയ പ്രശ്നമാകും. പിന്നെ അയാൾക്ക് എന്തായാലും കെട്ടിച്ചു കൊടുക്കൂല, അല്ലേ? വേറെ ആർക്ക് കെട്ടിച്ചു കൊടുത്താലും ചോദിച്ചല്ലോ, ഒരു കുഴപ്പമില്ലൊന്നും, ഒരു കുഴപ്പമില്ല. അപ്പോ തങ്ങൾ ചോദിച്ചു, അലി തങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മഹർ എന്താ ഉള്ളത്? അപ്പോ അവരുടെ കയ്യിൽ അവരുപയോഗിക്കുന്ന ഒരു വാളുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, വേറൊരു ഡെപ്പോസിറ്റ് ഒന്നും ഇല്ലല്ലോ, ഒരു വാൾ. എന്നാ പിന്നെ അലി, നിങ്ങൾ ആ വാള് വിറ്റോളൂ, അതിന്റെ മൂല്യം നിങ്ങൾ ഫാത്തിമ ബീവിക്ക് മഹറായിട്ട് നിശ്ചയിക്കാം. അങ്ങനെ അത് കൊണ്ടുവന്നു, കാശ് കൊണ്ടുവന്നു. തങ്ങൾ എന്താ പറഞ്ഞത്? ആ വാള് വിറ്റ് കിട്ടിയ പൈസയുടെ 2/3, 2/3 എന്താ ചെയ്തത്? ആ സംഖ്യയുടെ 2/3 ഭാഗം കൊണ്ട് ത്വയ്യിബ്, സുഗന്ധം വാങ്ങിച്ചോളൂ, 1/3 കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പാത്രങ്ങളോ പുതപ്പൊക്കെ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിനെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചു. 2/3 ഭാഗം കൊണ്ട് സുഗന്ധം വാങ്ങാനാ പറഞ്ഞയച്ചത്. സുഗന്ധം എന്താന്ന് വെച്ചാൽ അത് കുടുംബജീവിതത്തിന്റെ വലിയൊരു ഘടകമാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, അല്ലേ? മനുഷ്യന്മാരായ ആളുകളിൽ ഇത്തരത്തിലുള്ള ഇഹ്സാസുകൾ, വൈകാരികമായ ചിന്തകൾ, അതുപോലെ തന്നെ സ്നേഹപ്രകടനങ്ങൾ, ഇതിനൊക്കെ നല്ല വൃത്തിയും അതുപോലെ തന്നെ നല്ല സുഗന്ധവും ഒക്കെ ആവശ്യമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത് തന്നെ സുലുസൈ, അതിന്റെ സുലുസൈന് 2/3 കൊണ്ടും സുഗന്ധം വാങ്ങിക്കൊള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ പെണ്ണുങ്ങളാണെങ്കിലോ പുറത്തു പോകുമ്പോ അവർ സുഗന്ധം ഉപയോഗിക്കാനും പാടില്ലാത്തൊരു, അതേ സംബന്ധിച്ചുള്ള ഹദീസ് വഴി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റൊരു വിഷയം, ശരീരം മുഴുവനും ഹലാലാണ് എന്ന് വന്നപ്പോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയിൽ അവളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും കാണൽ അനുവദനീയമാണ് എന്ന് വന്നാൽ അവരുടെ ഗുഹ്യസ്ഥാനം കാണൽ ഭർത്താവിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? ഇഖ്തലഫന്നാസ്, അതിൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഏറ്റവും മുഅ്തമദായ പ്രബലമായ അഭിപ്രായം യജൂസു, ജായിസാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കണ്ടില്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അത് കണ്ടില്ലെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഭർത്താവിനത് ജായിസാണ്. എന്നാലും ഇമാമന ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഹദീസ് കൂടെ നോക്കി വെക്കുന്നത് നല്ലതാണ്. അന്നദറു ഇലൽ ഫർജി യൂരിസു ത്വമസ, ഗുഹ്യഭാഗത്തേക്കുള്ള നോട്ടം കണ്ണിൽ അന്ധത ഉണ്ടാക്കും എന്ന ഹദീസ് സ്വഹീഹാണ്. കണ്ണിന് ഇക്കാലത്ത് വരുമ്പോ വല്ലാതെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകാൻ തിമിരം കാരണമാകാം, ഈ നോട്ടവും കാരണമായേക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പേരിൽ തഅദ്ദുബൻ, അദബും അച്ചടക്കവും നോക്കിയാൽ അത് ഒഴിവാക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ശരീരം മുഴുവനും ഹലാലാണ്, ഭർത്താവിന് ഹലാല് തന്നെ, ജായിസാണ്. മസ്അല പറയാൻ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. അൽ ഹാദിയ അശറ, 11ാമത്തെ ചർച്ച വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താക്കന്മാർക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനുശേഷം മഹ്റമുകളായ ആളുകളെ സംബന്ധിച്ച് പറയാണ്, അവരുടെ മുമ്പിലും പെണ്ണിന്റെ
ഭംഗി വെളിവാക്കാവുന്നതാണ് എന്ന് വന്നാൽ ലാകിൻ തഖ്തലിഫു മറാത്തിബുഹും ബിഹസബി മാ ഫീ നുഫൂസിൽ ബശർ, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്തകൾക്കനുസരിച്ച് ഇവരുടെ ലെവലുകൾ വ്യത്യാസപ്പെടും. അമ്മാവനെ പറഞ്ഞു, ഇവിടെ ഒരു പെണ്ണിന് അമ്മാവനെ കാണാൻ പറ്റുന്ന ഇവിടെ പറഞ്ഞു. ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? പെണ്ണിന്റെ അമ്മാവനെ സംബന്ധിച്ച് പറഞ്ഞോ ഈ 12 ആളിൽ? ഇല്ല. ഉമ്മയുടെ ആങ്ങളെ സംബന്ധിച്ച് പറഞ്ഞോ? ഖാലിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. അല്ലേ, ബാപ്പയുടെ സഹോദരന്മാർ പറഞ്ഞോ? ഇല്ല. വ്യത്യാസമുണ്ട്. കാരണം അമ്മാവന്റെ മക്കൾക്ക് ഈ പെണ്ണിനെ വിവാഹം ചെയ്യാൻ പറ്റും. ഒരു പെണ്ണിന് അവളുടെ ഉമ്മയുടെ സഹോദരന്റെ ആൺമക്കൾക്ക് ഇവളെ കല്യാണം കഴിക്കാൻ പറ്റും. എന്തുകൊണ്ട് അല്ലാഹു അമ്മിനെ പറഞ്ഞില്ല? അതിന് മുഫസ്സിരീങ്ങൾ പറയാണ്, ഒരുപക്ഷെ അമ്മാവൻ ഈ പെണ്ണിനെ സംബന്ധിച്ച് കല്യാണം കഴിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള തന്റെ മകനോട് അവരുമായി സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വർണ്ണിച്ചു പറഞ്ഞു പോയാൽ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വെറുതെ ഒരു ബിസിയാവാനുള്ള ചിന്തയായി പോകൂലേ? അതൊക്കെ ഇവരുടെ വാക്കിൽ നിന്ന് വരാൻ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് കാണാനുള്ള അവസരം അവർക്കും വേണ്ട. വെറുതെ അവന് സോലാവും. അപ്പൊ പറഞ്ഞു, അവൾക്ക് നല്ലൊരു ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുണ്ട്, കണ്ടോ? എന്താ ചൊറുക്കുകളെ കയ്യും വെട്ടപ്പോ അപ്പൊ പിന്നെ സോലായി. ഇതൊന്നും വേണ്ട. അത് അമ്മാവന് പറഞ്ഞു കൊടുക്കാം മക്കൾക്ക് വിവാഹം ചെയ്യൽ ജായിസുമാണ്. അതുകൊണ്ട് അമ്മാവൻ കാണൽ അനുവദിക്കപ്പെട്ട ആ കാറ്റഗറിയിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. അതാണ് പറയുന്നത്. ഈ പറഞ്ഞ ഭർത്താവിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന മുഴുവൻ ആളുകളും ഒരുപോലെയല്ല. മനുഷ്യന്റെ നഫ്സ്, മനുഷ്യന്റെ മാനസിക അവസ്ഥകൾക്കനുസരിച്ച് അവിടെ വ്യത്യാസം വരും. ആർക്കൊക്കെ കാണാൻ പറ്റുന്നു, എത്ര പറ്റും എന്നതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഫലാമിരിയ, അതുകൊണ്ട് സംശയം വേണ്ട. ബാപ്പയും സഹോദരനും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണുന്ന പോലെ പറ്റില്ല അവളുടെ ഭർത്താവിന്റെ മക്കൾക്ക്. ഭർത്താവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഭർത്താവിന് വേറെ ഒരു ഭാര്യ, ആ ഭാര്യയിൽ ജനിച്ച മക്കൾക്ക് ഇവളുടെ സ്വന്തം വാപ്പയോ ആങ്ങളെയോ കാണുന്ന പോലെ കാണൽ അനുവദിക്കപ്പെടുകയില്ല. അത്ര പോലും അവിടെ വ്യത്യാസങ്ങൾ വരും. അതൊക്കെ ഇരിക്കട്ടെ, മഹാനായ ഖാദി ഇസ്മായിൽ റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ സംബന്ധിച്ച് പറഞ്ഞു. ആരാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളാണ് ഹസൻ ഹുസൈൻ എന്നവർ, അല്ലേ? റളിയല്ലാഹു സിബ്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ ഈ 2 മഹാന്മാർ ഖാന ലാ യറയാനി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ഭാര്യമാർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മറ്റു ഭാര്യമാരെ ഇവർ കാണുമായിരുന്നില്ലെന്ന് മഹാനായ ഖാദി ഇസ്മായിൽ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റുഅയതുഹുമാ ലഹുന്ന തഹില്ലു, അവരെ കാണൽ അവർക്ക് ജായിസു തന്നെ, പക്ഷേ അവർ കണ്ടിട്ടില്ല, അവർ നോക്കിയിട്ടില്ല. എന്തുകൊണ്ട്? അതിന് കാരണം പറഞ്ഞത് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത്, അവിടുത്തെ ഭാര്യമാരെ സംബന്ധിച്ച് പറയുന്ന ഒരു ആയത്ത്, അത് അഹ്സാബിലെ 55-ാമത്തെ ആയത്ത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ ആയത്തിൽ പറഞ്ഞ പരാമർശം നോക്കി, അതിൽ പറയുന്നുണ്ടോ ഭർത്താവിന്റെ മക്കൾക്ക് ഇവരെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഭർത്താവിന്റെ മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അല്ലേ? മറ്റൊരു ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഈ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ഭർത്താവിന്റെ മക്കൾ എന്ന് പറഞ്ഞതിൽ നബി തങ്ങൾക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ ജനിച്ച മക്കൾ, അവരുടെ മകൾ ഫാത്തിമ ബീവി, അവരുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, മക്കളായാലും കുഴപ്പമില്ല, അവർക്ക് പറ്റുമെന്ന പരാമർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ പ്രത്യേകിച്ചു പറഞ്ഞ ആയത്താണ് സൂറത്തുൽ അഹ്സാബ്. അതിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൻ നൂറിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ പറഞ്ഞില്ല. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ജുനാഹ അലൈഹിന്ന ഫീ ആബാഇഹിന്ന, അവർക്ക് വിരോധമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് ഫീ ആബാഇഹിന്ന, അതായത് ഹിജാബിന്റെ ആയത്ത് വന്നപ്പോ എല്ലാവരും ഹിജാബ് പാലിക്കാൻ തുടങ്ങി. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങാൻ കാരണം അതാണ്. ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞപ്പോ വാപ്പയും മക്കളും കാണുന്നത് പോലും പിന്നെ ഹിജാബിലായി.
തങ്ങളും ആങ്ങളെയും കാണുന്നത് പോലും ഹിജാബിലായി. അത് വേണ്ട, ആരുടെ മുമ്പിൽ ഹിജാബ് വേണം വേണ്ട എന്ന് പറഞ്ഞ് ആയത്തിറങ്ങുകയാണ്. ഈ ആബാഇഹിന്ന, വാപ്പമാരെ കാണുന്നതിൽ ഹിജാബ് വേണ്ട. വലാ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇഹിന്ന, സ്വന്തം മക്കളുടെ മുമ്പിൽ, ആൺമക്കളുടെ മുമ്പിൽ. വലാ ഇഖ്വാനിഹിന്ന, സഹോദരന്മാരുടെ മുമ്പിൽ. വലാ അബ്നാഇ ഇഖ്വാനിഹിന്ന, സഹോദരന്മാരുടെ ആൺമക്കളുടെ മുമ്പിൽ. വലാ അബ്നാഇ അഖവാതിഹിന്ന, സഹോദരിമാരുടെ ആൺമക്കളുടെ മുമ്പിൽ. വലാ നിസാഇഹിന്ന, അവരുടെ കൂട്ടുകാരികളായ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളുടെ മുമ്പിലും. വലാ മാ മലക്കത്ത് അയ്മാനുഹുന്ന, അടിമ സ്ത്രീകളും അടിമകളുമായവരുടെ മുമ്പിലും അവർക്ക് വിരോധമില്ല. ഇവിടെ ഔലാദി ബുഊലതിഹിന്ന, ഭർത്താക്കന്മാരുടെ മക്കൾ എന്ന പ്രയോഗം വന്നിട്ടില്ല. അങ്ങനെ വന്നാലേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ മക്കളാണ്. പറഞ്ഞാൽ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവി എന്ന അവരിൽ ഉണ്ടായ ഫാത്തിമ ബീവി എന്നവരിൽ ജനിച്ച മക്കളാണ്. ആ പരാമർശം അഹ്സാബിന്റെ ആയത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് നോക്കി സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ ഹിജാബിൽ നിന്നല്ലാതെ കണ്ടിരുന്നില്ല എന്ന് മഹാനായ ഖാദി ഇസ്മായിൽ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തിയത്. الصلاة على النبي وعلى آل سيدنا محمد وبارك وسلم ولا يبدين زينتهن إلا لبعولتهن. ഈ ആയത്തിൽ ഭർത്താക്കന്മാരുടെ മക്കൾക്ക് അവരുടെ മുമ്പിൽ സൗന്ദര്യം വെളിവാക്കാവുന്നതാണ് എന്ന പരാമർശം ഉള്ളതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്കത് ജായിസാണ് എന്ന് പറയാൻ കാരണം. അടുത്ത ചർച്ച ഔ അബ്നാഇ ബുഊലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ മക്കൾ. ഈ പറഞ്ഞതിൽ എന്തൊക്കെയാണ്? അമ്മാവൻ വരുമോ? പിന്നെ ഈ നിസാഇഹിന്ന, ഈ പെണ്ണുങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ആരൊക്കെയാണ് ഈ പെണ്ണുങ്ങൾ? പിന്നെ ആരെ സംബന്ധിച്ചാണ് ഈ വന്നുപോകുന്ന ആളുകൾ? അവരിൽ ആർക്കൊക്കെ പറ്റും പറ്റില്ല എന്ന ചർച്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നിസ്കാരത്തിൽ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തൊട്ടാൽ എന്തെയും വുളു മുറിയും. അപ്പൊ നിസ്കരിക്കണ സമയത്ത് അങ്ങനെ കയ്യും കാലോ തൊട്ടുപോയി, നിസ്കാരം ബാത്തിലാവോ? വുളു മുറിയോ? വുളു മുറി. കാരണം തൊടുക എന്ന് പറഞ്ഞെടുത്ത് പുരുഷ വുളുണ്ടാക്കിയ ഒരു പുരുഷനായ ആള് സ്വന്തം ഗുഹ്യസ്ഥാനം തൊട്ടു കൈകൊണ്ട് വിചാരിക്കുക. അത് മറന്നു തൊട്ടാലും കാലത്ത് തൊട്ടാലും ഒക്കെ മുറിയും. തൊടുക എന്ന് പറഞ്ഞതിൽ അങ്ങനെ അവിടെ മറവി എന്ന വിഷയമല്ല. തൊടുക എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായോ, അത് ഓട്ടോമാറ്റിക്കലി അബ്രഗേറ്റഡ്, അവിടെ എന്താവും? അത് ബാത്തിലാകും. എല്ലാവരും ദ്വാരക്ക, അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കട്ടോ. നമ്മള് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അല്ലാഹു തആല വലിയ സ്ഥാനം തരും എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തിനും പുറത്തു കൊടുക്ക റബ്ബേ. അല്ലാഹുമ്മ റഹം ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ഉമ്മത്തികൾക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യ റബ്ബേ. നബിതങ്ങളുടെ ഉമ്മത്തികൾക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ സ്ഥാനവും ശഫാഅത്ത് പോലും കിട്ടാൻ കാരണമാണ്. അങ്ങനെ ദ്വാരക്കണം. എല്ലാവരും നമ്മള് ഒറ്റക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബേജാറും നമ്മളെ കടവും നമ്മുടെ വീടും നമ്മുടെ കുട്ടികളും നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്നാലും പഠിച്ചവനെ എത്രയെല്ലാം രോഗികളുണ്ടോ നിങ്ങൾ അറിയുന്നു അറിയാത്ത എല്ലാവർക്കും ശിഫ കൊടുക്കുക പഠിച്ചവനെ. നമ്മൾ ദ്വാരക്കാം. എല്ലാവരും ഒറ്റക്കും അല്ലാതെയൊക്കെ ദ്വാരക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. ശിഹാബ് തങ്ങളുടെ ആണ്ടാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ നമുക്ക് പ്രത്യേകിച്ചും ദാൽഹുദയെ സംബന്ധിച്ചിടത്തോളം ദാൽഹുദയുടെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഉമ്മത്തിൽ ഒരുപാട് മഹല്ലുകൾക്കും സമസ്തക്കൊക്കെ അനക്ക് നേതൃത്വം നൽകിയ വലിയ ധീരനായ ഒരു നേതൃത്വ പാഠവുമുള്ള വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളും ആ സയ്യിദ് കുടുംബങ്ങളൊക്കെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അവരുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരുടെ ഉപ്പമാർ, അവരുടെ മറ്റു ആലുബൈത്തിങ്ങൾ, നമ്മളുമായി ബന്ധമുള്ള മരിച്ചുപോയ എല്ലാ സാദാത്യങ്ങളും അലിമീങ്ങളും സാധാരണക്കാരുമായ ഉമറാക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم
റഹ്മർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതും ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതുമായ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് മഗ്ഫിറത്ത് തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും കഴുകി ശുദ്ധിയാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്ത പാപികളാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾ വിളിക്കുന്ന നേരം നിന്റെ കലിമ ചൊല്ലി നിന്റെ മുമ്പിലേക്ക് വരാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. ഈ ദുനിയാവിൽ ഞങ്ങളെ ജീവനോടുകൂടെ ഇട്ടേച്ചു തരുന്ന ഏത് നിമിഷവും നന്മ വർദ്ധിക്കാൻ നിമിത്തമാക്കണേ പടച്ചവനെ. അല്ലാഹു, ഒരുപാട് തെറ്റ് നിന്നെ അറിയാതെയും നിന്നെ ഓർക്കാതെയും ജീവിച്ചു പോയ ഒരുപാട് ആയിരക്കണക്കിന് മണിക്കൂറുകളും സെക്കൻഡുകളും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. അല്ലാഹുവേ, അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട നഷ്ടം തന്നെയാണ്. അതിനൊക്കെ പകരം ഞങ്ങൾക്ക് ഈമാനിന്റെ പ്രകാശം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, തെറ്റുകളെല്ലാം മായ്ച്ചു തരണേ റബ്ബേ. ചെയ്തുപോയ തെറ്റുകൾ പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് നീ അത് ആ തെറ്റുകളുടെ സ്ഥാനം തെറ്റുകളെ നന്മയാക്കി നീ മാറ്റിക്കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹ്, അക്കൂട്ടത്തിൽ ഞങ്ങളെ പൊടുത്തണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും റബ്ബേ. വിവരം ഉണ്ടായിട്ടും ഇല്ലാതെയും ചെയ്തു പോയ പാപങ്ങൾ അവർക്കും ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ റബ്ബേ. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. മരിച്ചുപോയ ഞങ്ങളെ സാദാത്യങ്ങൾ, സയ്യിദന്മാർ, അലിമീങ്ങൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, 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 പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ദുനിയാവിൽ വളരെ കുറച്ച് നേരത്തേക്കാണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത്. അതിൽ തന്നെ ആരോഗ്യമുള്ള ജീവിതം വളരെ കുറഞ്ഞ കാലം. അല്ലാഹുവേ, ഈ കാലത്തിനടക്ക് ആഖിറത്തിലേക്ക് ഒരുപാട് സമ്പാദിക്കേണ്ടവരാണ്. വലിയ ഒരു യാത്രയാണ് ഞങ്ങളുടെ മരണവും അതിന് ശേഷമുള്ള ജീവിതവും. ആ യാത്രക്ക് ഞങ്ങൾ ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് താ റബ്ബേ. അല്ലാഹുവേ, ദുനിയാവിലെ 2 മാസത്തെ യാത്രക്ക് 6 മാസം ഒരുങ്ങുന്ന ആൾക്കാരാണ് റബ്ബേ ഞങ്ങൾ. മരണം എന്ന യാത്രക്ക് ഞങ്ങൾ ഒരുങ്ങിയിട്ടില്ല പടച്ചവനെ. ഞങ്ങൾക്ക് നീ ബോധം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് ബോധം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, അമലുകൾ വർദ്ധിപ്പിക്കാനും ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് നിന്റെ മുമ്പിലൊന്ന് കരയാനുമുള്ള കരുത്ത് നൽകണേ റബ്ബേ. കരയുന്ന കണ്ണും പശ്ചാത്തപിക്കുന്ന ഹൃദയവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നിന്നെ സംബന്ധിച്ച് പറയുമ്പോഴും നിന്റെ ദീന് പറയുമ്പോഴും അനക്കമുള്ള ഹൃദയമാക്കി തരണേ പടച്ചവനെ. ഒരു ചലനം ഞങ്ങളിൽ ഉണ്ടാക്കണേ റബ്ബേ. ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാക്കണേ റബ്ബേ. ഇതുകൊണ്ടൊരു മാറ്റം വന്നില്ലെങ്കിൽ ഞങ്ങൾ ചെലവഴിച്ച സമയം വെറുതെയാണ്, ഞങ്ങൾ വന്നിരുന്നത് വെറുതെയാണ്, ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വെറുതെയാണ്. അല്ലാഹുവേ, അല്ലാഹു, ഞങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഞങ്ങൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും ഇത് ഉപകാരപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ നാളെയുടെ തലമുറകൾ മക്കളെ വളർത്തുന്നവരാണ്. എമ്പാടും വേണ്ടത് എന്താന്ന് വെച്ചാൽ കൊടുത്ത് വളർത്തുന്ന ഞങ്ങളുടെ മക്കൾ നാളെ അവർ സ്വാലിഹീങ്ങളായി നീ മാറ്റിത്തരണം പടച്ചവനെ. അവരെങ്ങാനും വഴിപിഴച്ചു പോവുകയോ മാതാപിതാക്കളെ തള്ളി ജീവിക്കുകയോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അത് കാണാനും കണ്ട് സഹിക്കാനും കഴിയാൻ സാധ്യമല്ല പടച്ചവനെ. അല്ലാഹുവേ, നീ കാക്കണേ റബ്ബേ. എത്രയോ പിതാക്കന്മാർ സ്വന്തം മക്കളെ കഷ്ടപ്പെടുത്തി വളർത്തിയിട്ട് ആ മക്കൾ മാതാപിതാക്കൾക്കെതിരായി വളരെ വിഷമിക്കുന്ന തരത്തിൽ വാക്കുകൾ പറഞ്ഞ്, കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്ന എത്രയോ മക്കളാൽ വിഷമിക്കുന്ന വാപ്പമാർ ഈ സദസ്സിലുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, ദുആരക്കാൻ പറഞ്ഞ ആളുകളിലുണ്ട്. അല്ലാഹുവേ, അത്തരം വിഷമം ഞങ്ങൾ ആർക്കും വരാതെ കാക്കണേ റഹ്മാനെ. മക്കളെ പഠിപ്പിച്ചതും വിദ്യാഭ്യാസം കൊടുത്തതും പൈസ കൊടുത്ത് സമ്പാദിച്ച് ഒരുപാട് സേവനങ്ങളും അവർക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഉമ്മയാരാണ് വാപ്പയാരാണെന്ന് തിരിച്ചറിയാനോ അവർക്ക് ഖിദ്മത്ത് ചെയ്താൽ കിട്ടുന്ന കൂലി എന്താണെന്ന് അറിയാതെയോ ജീവിച്ച് അവരാൽ അക്രമങ്ങൾക്ക് പോലും വിധേയരാകുന്ന മാനസികമായും അല്ലാതെയും വിഷമിക്കുന്ന ഒരു ദുര്യോഗം ഈ ഉമ്മത്തിൽ ഒരു വാപ്പാക്കും ഒരു ഉമ്മാക്കും വരാതെ നീ കാക്കണേ പടച്ചവനെ. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ റബ്ബേ. നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടമാക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഹീറോ അത് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് എങ്ങനെ ജീവിച്ചുവോ അത് ഞങ്ങളുടെ ജീവിതമാക്കാനും അതിനനുഗമിക്കാനും അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനും ഉള്ള സൗഭാഗ്യവും ആത്മാഭിമാന ബോധവും ഈ ഉമ്മത്തിന് ഞങ്ങൾ എല്ലാവർക്കും നൽകണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങൾ ദുനിയാവിൽ ജോലി അന്വേഷിച്ചു വന്നവരാണ്. ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളിൽ ഖൈറും ബറക്കത്തും തരണേ റബ്ബേ. ജോലികളിൽ ഖൈറും ബറക്കത്തും തരണേ റഹ്മാനെ. ബിസിനസ്സുകളിൽ ഖൈറും ബറക്കത്തും കൊടുക്കു റബ്ബേ. ഇവിടെ ചെയ്യുന്ന ഒരു കച്ചവടക്കാർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ അല്ലാഹു ഈ സദസ്സുമായി സഹകരിക്കുന്ന എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ ബറക്കത്ത് താ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിൽ ബറക്കത്ത് തരണേ റബ്ബേ. ആരോഗ്യം നിലനിർത്തണേ റബ്ബേ.
അല്ലാഹുവേ ഒരുപാട് ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഉമ്മമാർ അസുഖമുള്ളവരുണ്ട് റബ്ബേ, ശിഫയാക്കണേ പടച്ചവനെ. നമ്മുടെ മാതാപിതാക്കളുടെ അസുഖങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. വളരെ വിഷമത്തിലുള്ള അസുഖങ്ങളുള്ളവരുണ്ട് റബ്ബേ, ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. ചെറിയ മക്കൾ വിഷമത്തിൽ അസുഖത്തിലുള്ളവരുണ്ട്, അല്ലാഹു ശിഫയാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം പോലും ഞങ്ങൾക്ക് നഷ്ടമാകില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ ഇതൊന്നും നീ ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ പോലും ഈ ചോദ്യവും ഇതിന്റെ ആമീനും നാളെ ഞങ്ങൾക്ക് ഹസനാത്തുകളായി നീ സൂക്ഷിച്ചു തരണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ. കടമെന്നത് രാത്രിയിൽ ടെൻഷനും പകലിൽ നിന്ദതയുമാണെന്ന് നിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ തന്നെയാണ് റബ്ബേ. അല്ലാഹുവേ, അതിന്റെ അപമാനതയിൽ നിങ്ങൾ കാക്കണേ പടച്ചവനെ. കടം തന്ന് സഹായിച്ച ആളുകളെ നീ സഹായിക്കണേ പടച്ചവനെ. അത് അവർ ചോദിക്കുന്നതിന്റെ മുമ്പേ തിരിച്ചടക്കാൻ തൗഫീക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടി സലാമത്താകാൻ നീ തൗഫീക്ക് തരണേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾ എല്ലാവർക്കും ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഐശ്വര്യം തരണേ പടച്ചവനെ. നിന്നെ മറപ്പിച്ചു കളയുന്ന സമ്പാദ്യം തരല്ലേ റബ്ബേ. നിന്റെ ദീനിൽ നിന്നും അകന്നു പോകുന്ന സമ്പാദ്യം ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഹറാമിന്റെ ഒരു സമ്പാദ്യം വരാതെ കാക്കണേ അല്ലാ. ഹറാമുമായി ബന്ധപ്പെട്ട ജോലികളിലോ പലിശ സംബന്ധമായ ജോലികളിലോ ആരെങ്കിലും ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ അവർക്ക് ഹലാലായ ജോലികളിലേക്ക് മാറാനുള്ള ഒരു അവസരം നൽകണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാണെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ചിന്ത ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന നേരം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലി നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖം കണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ഈ പരിപാടിയിൽ വന്ന ഞങ്ങൾ എല്ലാവർക്കും, ഇത് ബൈലക്സിലും മറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ചെറുപ്പക്കാർ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും റബ്ബേ, അവരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ദുആരക്കാൻ എഴുതി ചോദിച്ചിട്ടുണ്ടോ അല്ലാതെയും മനസ്സിലൊക്കെ ഞങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്ന ഓർത്തിരിക്കുന്ന എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റി തരണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ എന്തെല്ലാം ചെറുതും വലുതുമായ വിഷമത്തിലാണോ, കുടുംബപരമായും സാമ്പത്തികമായും ജോലി സംബന്ധമായും ശാരീരികമായും എന്തെല്ലാം പ്രയാസങ്ങൾ ഞങ്ങൾ അലട്ടുന്നുണ്ടോ പടച്ചവനെ, എല്ലാറ്റിനും സമാധാനം സലാമത്തും നൽകണേ അല്ലാഹ്. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾ മരിക്കുന്ന നേരം സ്വാലിഹായ അമൽ ചെയ്തുകൊണ്ടിരിക്കെ ആക്കി തരണേ റബ്ബേ. ഒരു വുളു ചെയ്തിരിക്കുന്ന അവസ്ഥയിലാക്കി തരണേ റബ്ബേ. നിനക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ ആക്കി തരണേ പടച്ചവനെ. അല്ലാഹു, അങ്ങനെ നിന്റെ ജന്നത്തുൽ ഫിർദൗസിലെത്താനുള്ള ഭാഗ്യം ഈ പാപികളും സാധുക്കളുമായി ഞങ്ങൾ എല്ലാവർക്കും നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ യാത്രയിലായി കഴിഞ്ഞു. ആക്സിഡന്റിൽ മരിച്ചൊരു സഹോദരൻ, അല്ലാഹുവേ, ഞങ്ങളുടെ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഒരുപാട് ആലിമീങ്ങളും സാദാത്യങ്ങളും സമസ്തയുടെ മുൻകാല ആലിമീങ്ങളും അതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് മഹാന്മാരും മഹത്തുക്കളും സാധാരണക്കാരും ഒക്കെ മരിച്ചുപോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് ചെയ്യണേ റഹ്മാനെ. മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ എത്തിച്ചേരുന്ന ഖബർ ഞങ്ങളുടെ ദുനിയാവിലെ വീടിനേക്കാളും സൗകര്യമുള്ള വീടാക്കി താ റബ്ബേ. അവിടെ ഞങ്ങൾക്ക് ആശ്വാസം നൽകണേ റബ്ബേ. ദുനിയാവിൽ എത്ര വിഷമിച്ചാലും തളർന്നാലും ക്ഷീണിച്ചാലും ആ നാളെ ഖബറിലേക്ക് വന്നാൽ വിശ്രമിക്കാൻ ഭാഗ്യം കിട്ടുന്നവരാക്കണേ റബ്ബേ. അവിടുത്തെ ജീവിതം സ്വർഗം കണ്ടിരിക്കുന്ന ഭാഗ്യം നൽകണേ റബ്ബാനെ. ഖിയാമത്ത് നാൾ വരെയുള്ള ദീർഘമായ കാലം അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലെ സമയം പോലെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു കിടക്കുന്ന ആ ഭാഗ്യം കിട്ടുന്നവരെ ഞങ്ങളൊക്കെ തരണേ റഹ്മാനെ. 50,000 വർഷങ്ങളുടെ ദൈർഘ്യമുള്ള മഹ്ശറായിലെ ദിവസത്തിൽ അല്ലാഹു ഞങ്ങളുടെ ഹിസാബ് ഒരു അർളാക്കി തന്ന് പെട്ടെന്ന് ഞങ്ങളെ സലാമത്താക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് എത്താനുള്ള എല്ലാ കടമ്പകളും പെട്ടെന്ന് കടന്നു കഴിയാൻ നിന്റെ റഹ്മത്തിന്റെ നോട്ടം, നിന്റെ റഹ്മത്തിന്റെ 99 അംശവും നീ നീക്കി വെച്ച ആഖിറത്തിൽ ഈ മുഅ്മിനീങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ഞങ്ങൾ എല്ലാവർക്കും നൽകണേ പടച്ചവനെ. നിനക്ക് തെറ്റ് ചെയ്യുന്ന, നിന്നിൽ വിശ്വസിക്കാത്ത കോടാനുകോടി ആളുകൾ ഈ ഭൂമിയിലുണ്ടല്ലോ പടച്ചവനെ. അല്ലാഹു, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നിഷേധിക്കരുത് റബ്ബേ. അല്ലാഹു, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. അത് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും തരണം പടച്ചവനെ. ബിജാഹി വഹഖ് നബിയിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا رب صل عليه وسلم. صل على جميع الانبياء المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.